നമ്മുടെ മനസ്സ് പൂർണ്ണമായിട്ടും ഒരു സമർപ്പിതമായി തീരണം ഈശ്വരൻ്റെ മുൻപിൽ. ആ ഈശ്വരൻ്റെ മുൻപിൽ ഒരു സമർപ്പണമില്ലാതെ ഞാൻ, അച്ഛൻ, അമ്മ, കുട്ടികൾ, എൻ്റെ പണം, എൻ്റെ വീട്, എൻ്റെ കുടുംബം, എൻ്റെ തറവാട്, ഇങ്ങനെയുള്ള വിചാരം വരുമ്പോഴാണ് ഈ കുഴപ്പം മുഴുവനും. അഹങ്കാരവും മമതയുമാണ് ഈ ദുഃഖത്തിന് മുഴുവൻ കാരണം. അപ്പോൾ വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്നു, അന്യോന്യം വിഷ്ണുമായയാ വിമോഹിതൗ ദീനധിയൗ ശിശൂൻ പുപുഷതുഹു പ്രജാഹ. അവർ വളരെ സന്തോഷത്തോടു കൂടി ഉല്ലാസത്തോടു കൂടി വളർത്താൻ സാധിച്ചില്ല എന്ന്. എന്താ കാരണം? ദീനധീക്കളായതുകൊണ്ട്. അവരുടെ ബുദ്ധിക്ക് ദീനത്വം വന്നു. എന്താ കാരണം? മായയാണ് അവിടെ കിടന്ന് പ്രവർത്തിക്കുന്നത്. പക്ഷികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അവർക്ക് ഈശ്വരനുണ്ട് എന്നൊരു തോന്നലോ ആ ഈശ്വരനോട് ഭക്തി വേണമെന്ന് ശാസ്ത്രം വായിച്ചപ്പോൾ ഞാൻ പറയുന്നു, പ്രേക്ഷകരൊക്കെ കേൾക്കുന്നു. നിങ്ങളുടെ കൂടെ എത്ര പക്ഷികളും നായ്ക്കളും മൃഗങ്ങളും ഉണ്ട്, പശുക്കളും ഉണ്ടത് കേൾക്കാൻ? പശുക്കളെ വിളിച്ചിരുത്തി എനിക്കൊരു സംപ്രേഷണം നടത്താൻ പറ്റുമോ? പറ്റില്ല. അപ്പം അവർക്ക് ബുദ്ധിയില്ല. പക്ഷേ ബുദ്ധിയുള്ള മനുഷ്യനും ഈ കബോധങ്ങൾ മാതിരി ആയാലോ? അപ്പം ആ ദോഷവശങ്ങളെ നല്ലപോലെ നിങ്ങൾ മനസ്സിലാക്കണം. മനുഷ്യ കുഞ്ഞുങ്ങളെപ്പോലെ തന്നെയാണ് ആ കുട്ടികളെയും അവർ പരിഗണിക്കുന്നത്. അപ്പോൾ ആ കുട്ടികളെ പറ്റി പറയുന്ന കാര്യം നമ്മൾ ഒപ്പിച്ചെടുത്ത് നമുക്ക് എവിടെയാണ് അതിൽ തകരാറ് എന്നുള്ളത് ഗ്രഹിക്കണം. അതാണ് ഉദ്ദേശം. സ്നേഹാനുബദ്ധ ഹൃദയൗ അന്യോന്യം വിഷ്ണുമായയ വിമോഹിതൗ ദീനധിയൗ ശിശൂൻ പുപുഷതുഹു പ്രജാഹ. അപ്പോൾ ഉത്കണ്ഠമായിരിക്കുന്ന മനസ്സോടുകൂടിയാണ് പലതും ഭയന്ന് പലതരത്തിലും വിഷമിച്ച് എന്താവോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ആ കുട്ടികളെ വളർത്തിയത്. ആ ഭയം അവർക്ക് തോന്നിയത് എന്താ കാരണം? ആലോചിച്ച് നോക്കൂ. ഏകതാ ജഗ്മധുസ്താസാം അന്നാർത്ഥം തൗ കുടുംബിനൗ പരിതഃ കാനനേ തസ്മിൻ അർത്ഥിനൗ ചേരദുശ്ചിരം. എല്ലാ ദിവസവും അവർ പുറത്തു പോകും, ഇര തേടിക്കൊണ്ടിരിക്കും, അവനവന് വേണ്ട ഭക്ഷണം കഴിക്കും, കുട്ടികൾക്കുള്ളത് കൊണ്ടുവന്ന് കൊടുക്കും. അതേമാതിരി ഏകത ഒരു ദിവസം ജഗ്മധുഹു താസാം അന്നാർത്ഥം, അവർക്ക് വേണ്ട ഭക്ഷണത്തിന് വേണ്ടി, കുട്ടികൾക്കും വേണ്ട ഭക്ഷണത്തിന് വേണ്ടി തൗ കുടുംബിനൗ, അവർ രണ്ടുപേരും. അച്ഛൻ മാത്രം പോയി ഉദ്യോഗം ഭരിച്ചു എന്നുള്ളത് മനുഷ്യരുടെ സമ്പ്രദായമാണല്ലോ. അത് ആണും പെണ്ണും രണ്ടാളും പോവും. രണ്ടാളും പോയി കുടുംബിനൗ, കുടുംബികളായിരിക്കുന്ന അവർ എന്തു ചെയ്തു? പരിതഃ കാനനേ തസ്മിൻ, അടുത്ത പരിസരത്തുള്ള കാട്ടിൽ കുറേ നേരം സഞ്ചരിച്ചു. അർത്ഥിനൗ ചേരദുശ്ചിരം, അവിടെ ആവശ്യമുള്ളത് എവിടെയാണ് നമുക്ക് പറ്റിയത്? ഇന്ന് കുട്ടികൾക്ക് കൊണ്ടു കൊടുക്കുമ്പോൾ ഇന്നലത്തെ ഭക്ഷണം പഴം കൊടുക്കരുത്, പുതിയതായിട്ട് എന്തെങ്കിലും കിട്ടുമോ? അത് സ്വാദുള്ളത് എന്താ? ഇന്നലെയും മിനിഞ്ഞാന്നും കൊടുത്തത് ഒന്നായിരുന്നു, ഇന്ന് വേറെ ഒരെണ്ണം ആവണം എന്ന് വിചാരിച്ച് പല സ്ഥലത്തും അവർ നല്ല പോലെ അന്വേഷിച്ച് കുറേ നേരം സഞ്ചരിച്ചു. ഏകതാ ജഗ്മധുസ്താസാം അന്നാർത്ഥം തൗ കുടുംബിനൗ പരിതഃ കാനനേ തസ്മിൻ അർത്ഥിനൗ ചേരദുശ്ചിരം. ദൃഷ്ട്വാ താൻ ലുബ്ധഃ കശ്ചിത് യദൃച്ഛാദോ വനേചരഃ ജഗൃഹേ ജാലമാദത്യ ചരതുഹു സ്വാലയാന്തികേ. ദൃഷ്ട്വാ താം ലുബ്ധഃ കശ്ചിത്. നിങ്ങളിത് മനസ്സിലാക്കുന്നുണ്ടോ? നമ്മൾ കുട്ടികളെ പറഞ്ഞയക്കും സ്കൂളിലേക്കൊക്കെ, നമ്മളിവിടെ ഇരിക്കും, അതിനുള്ള വ്യവസ്ഥയൊക്കെ ചെയ്യാൻ പറ്റും. ഇവർ പക്ഷികളാണ്, മാടാപ്രാവുകളാണ്. അവരെന്ത് ചെയ്തു? കുട്ടികളെ കൂടിൽ വിട്ട് അവർ രണ്ടുപേരും കൂടി ഇര തേടാനായി പോയി സഞ്ചരിച്ചു. ആ സഞ്ചരിച്ച് വൈകുന്നേരം വരുമ്പോൾ നേരാവും. അപ്പോൾ കുട്ടികൾ അവിടെ കളഭാഷണത്തോടു കൂടി എതിരേൽക്കാൻ വരും. അങ്ങനെയാണ് പതിവ്. ഒരു തവണ എന്തായി? ഈ കുട്ടികൾ കുറച്ച് മുതിർന്നു. ചെറിയ കുട്ടികളല്ല, കുറച്ച് മുതിർന്നു. ശരീരത്തിലൊരു സ്വല്പം മാംസമൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഒരു നിലയാണ്. അത് നനുത്തതും നേർമയുള്ളതുമാണ്. ദൃഷ്ട്വാ താൻ ലുബ്ധഃ കശ്ചിത്, ഒരു വേടൻ. ആ വേടൻ്റെ കണ്ണ് ആ കുട്ടികളിലാണ് ചെന്ന് പെട്ടു. യദൃച്ഛാദോ വനേചരഃ, ആ വേടൻ കയ്യിലൊരു വലയും വെച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഈ കുട്ടികളെ കാണണമെന്നൊന്നും ആ വിചാരമില്ല. അത് കണ്ടപ്പോൾ ഈ കുട്ടികൾ കുറേശ്ശെ കുറേശ്ശെ കൂജനവും കീചനവും ആയിട്ട് കൂടുതൽ നിന്ന് പുറത്തു വന്ന് അങ്ങനെ കളിച്ച് വിഹരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ വേടൻ എന്ത് ചെയ്തു? പെട്ടെന്ന് കയ്യിലുള്ള വലയം കണ്ടിട്ട് ജാലമാദത്യ ജഗൃഹേ ചരതഃ സ്വാലയാന്തികേ, ആ കൂട് വിട്ട് പുറത്ത് വന്ന് അങ്ങനെ ഓടി നടന്നുകൊണ്ടിരിക്കുന്ന ആ കബോധ കുഞ്ഞുങ്ങളെ വല എറിഞ്ഞങ്ങോട്ട് പിടിച്ചു. ഇതാണ് സംഭവിച്ചത്. അപ്പോൾ അച്ഛനമ്മമാരുടെ ഉത്കണ്ഠയ്ക്ക് അർത്ഥമുണ്ടെന്നായി. ആഫ്റ്റർ ഓൾ എന്ത് തന്നെ പറഞ്ഞാലും അവർ പക്ഷികളാണല്ലോ. ആ പക്ഷികൾക്ക് എത്ര യോഗ്യതയുണ്ടെങ്കിലും പറക്കാൻ സാധിക്കുമെങ്കിലും മനുഷ്യന് പറക്കാൻ പറ്റില്ലെങ്കിലും മനുഷ്യൻ്റെ ബുദ്ധിയും കയ്യും അവൻ്റെ ക്രൂര മനസ്സും കൂടി നോക്കുമ്പോൾ ഒരു പക്ഷി അവൻ ജീവിക്കാൻ വിടില്ല. ഏതെങ്കിലും ഒന്നിൻ്റെ മാംസം തിന്ന വിഷമാണ് മനുഷ്യൻ മരിക്കുന്നുണ്ടെങ്കിൽ അവരെ മാത്രമേ വിടുള്ളൂ. ബാക്കിയുള്ളതിനൊന്നും മനുഷ്യൻ വിടില്ല. തനിക്കതില്ലാതെ ജീവിക്കാനുള്ള വഴിയുണ്ട്, എന്നാലും അത് ഉപയോഗിക്കില്ല. മനുഷ്യനാണ് ഏറ്റവും മുരടൻ. മനുഷ്യൻ്റെ മനസ്സ്
ജഗൃഹേ ജാലമാദത്യ ശരതഃ സ്വാലയാന്തികേ കപോതശ്ച കപോദീജ പ്രജാപോഷേ സദോത്സുകൗ ഗതൗ പോഷണമാദായ സ്വനീടം ഉപജഗ്മതുഃ. ഇത്രയും നേരം വിവരിച്ചു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് വിവരിക്കുന്ന ഭാഗങ്ങൾ നോക്കിക്കോളൂ. ഇതാണ് ഗൃഹസ്ഥന്മാർ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പം ഞാൻ പലപ്പോഴും ഈ കഥ പറയുമ്പോൾ ഞാൻ വിചാരിക്കുന്നത് എങ്ങനെയാണ് ഇവർ കേട്ട് മനസ്സിലാക്കുക. അത് ഞാനിപ്പോഴും ആ സംശയം, ആ അത്ഭുതം, ആ ഉത്കണ്ഠ നിങ്ങളെ അറിയിക്കുകയാണ്. കപോതശ്ച കപോദീജ, ആ കപോതവും കപോതിയും പ്രജാപോഷേ സദോത്സവവും, അവരുടെ കുഞ്ഞുങ്ങളെ വേണ്ടതുപോലെ പോഷിപ്പിക്കുന്നതിൽ അത്യന്തം ഉത്സുകന്മാരായിരിക്കുന്ന അവർ പോഷണമാദായ ഗതൗ സ്വനീടം ഉപജഗ്മതുഹു. ഒരു ദിവസം നല്ല ഭക്ഷണമൊക്കെ കരുതി കൊക്കിലൊക്കെ കൊണ്ടുവന്ന് ആ കുട്ടികളെ തീറ്റണം എന്ന് വിചാരിച്ച് ആ കൂടിൻ്റെ അടുക്കിലേക്ക് അങ്ങോട്ട് വന്നു. അന്ന് മുഴുവൻ സഞ്ചരിച്ചു, പ്രത്യേക സഞ്ചരിച്ച് നല്ല നല്ല ഭക്ഷണമൊക്കെ കയ്യിലെടുത്ത് അവസാനം ഒരു നിലയ്ക്ക് ഉത്സാഹത്തോടു കൂടി ഇന്ന് നല്ല തീറ്റ കൊടുത്ത് ആ കുട്ടികൾക്ക് സന്തോഷമാകുമ്പോൾ കാണാലോ, അവരുടെ കൂജനം, നമ്മൾ പോകുന്ന സമയത്ത് എതിരേൽക്കൽ, ഇതൊക്കെ വളരെ വിശേഷമായിരിക്കുന്നു വിചാരിച്ച് വളരെ ഉത്സാഹത്തോടു കൂടിയിട്ടാണ് വന്നത്. കപോതി സ്വാത്മജാൻ വീക്ഷ്യ ബാലകാൻ ജാലസംവൃതാൻ താൻ അഭ്യധാവത് ക്രോശന്തി ക്രോശതോ ഭൃശദുഃഖിത. കണ്ടു സീൻ എന്താ ഈ രംഗം? കുട്ടികളെവിടെയാ? കൂട്ടിലല്ല, കൂട്ടിന് പുറത്ത്, അതോ വലയുടെ ഉള്ളിലാ? വലയുടെ ഉള്ളിലേ 2 കുട്ടികളും. അവരിനിപ്പോൾ എന്താ ചെയ്യുക? എന്താ ഇനി ചെയ്യുക അമ്മ? കപോതി സ്വാത്മജാൻ വീക്ഷ്യ, നിങ്ങളുടെ ഭാവനാമണ്ഡലത്തിൽ ആ കാട്ടിലേക്ക് ചെല്ലൂ, എന്നിട്ട് ആ കപോതി ആയിത്തീരൂ. എന്താണ് സ്ഥിതി എന്ന് ആലോചിക്കൂ. വലിയ മൂല്യങ്ങളാണ് ഇവിടെ നിർദ്ദേശിക്കുന്നത്. നിങ്ങൾ ഭാവിച്ചിട്ടുണ്ടാവില്ല, അത്ര വലിയ മൂല്യങ്ങളാണ്. കപോതി സ്വാത്മജാൻ വീക്ഷ്യ ബാലകാൻ ജാലസംവൃതാൻ, ആ വലയെറിഞ്ഞ് പിടിച്ചിട്ടുണ്ട് അവിടെ. ആ വലയുടെ ഉള്ളിലാണ് അവർ കിടക്കുന്നത്. അമ്മയുടെ വരവ് കണ്ടു. ഇവരും പൂജനം ചെയ്യുന്നുണ്ട്. പക്ഷെ പുറത്തെങ്ങനെ കിടക്കാൻ പറ്റില്ലല്ലോ. ആ കുട്ടികൾ ഉണ്ടെങ്കിൽ തന്നെ അവരെന്താ വിചാരിക്കുക? അമ്മ ഇങ്ങോട്ട് വന്നു, ഞങ്ങളെ കണ്ടു എന്നുണ്ടെങ്കിൽ ഉടനെ അമ്മ വന്ന് ഈ വലയൊക്കെ കടിച്ചു മാറ്റി ഞങ്ങളെ രക്ഷിക്കും എന്നുള്ളൊരു പ്രതീക്ഷയായിരിക്കും അവർക്ക്. പക്ഷേ അമ്മയ്ക്കത് ചെയ്യാൻ പറ്റില്ല. എങ്ങനെയാ ചെയ്യുക? അമ്മയുടെ കയ്യിൽ എന്തുണ്ട്? അതിൻ്റെ കൊക്കിലൊന്നും പെടാവുന്നതൊന്നുമല്ല ഈ വലയും സാധനങ്ങളും ഒക്കെ. വേടന്മാർ വെറുതെ വലയുണ്ടാക്കുമോ? പക്ഷികളെ കിട്ടാൻ പറ്റിയ തരത്തിലല്ലേ ഉണ്ടാക്കുള്ളൂ. പക്ഷിക്ക് കടിച്ചു മാറ്റാൻ പറ്റുന്നത് ഉപയോഗിക്കില്ലല്ലോ. പിന്നെ കൂടെ അയാളും ഉണ്ടല്ലോ. കപോതി സ്വാത്മജാൻ വീക്ഷ്യ ബാലകാൻ ജാലസംവൃതാൻ, ഭംഗിയായിട്ട് പൊതിഞ്ഞു കെട്ടിയ പോലെയാ ഈ വലയുടെ ഉള്ളിൽ കിടക്കുന്നത് 2 കുട്ടികളും. താൻ അഭ്യധാവത് ക്രോശന്തി, എന്താ അമ്മ ചെയ്യുക? സങ്കടം സഹിക്കുവയ്യാതെ, മനസ്സിനെ പിടിച്ചു നിർത്താൻ പറ്റാതെ, അമിതമായിരിക്കുന്ന ആവേശത്തോടു കൂടി, സന്താന സ്നേഹത്തോടു കൂടി, മാതൃഭാവത്തിൽ കിളിർത്ത് അഭ്യധാവത്, അവർ നിലവിളിച്ച് കിടക്കുന്ന സ്ഥലത്തേക്ക് ഓടി. ക്രോശതോ ഭൃശദുഃഖിത, ഏറ്റവും ദുഃഖത്തോടു കൂടിയിട്ടാണ് ചെന്നത്. കപോതി സ്വാത്മജാൻ വീക്ഷ്യ ബാലകാൻ ജാലസംവൃതാൻ താൻ അഭ്യധാവത് ക്രോശന്തി ക്രോശതോ ഭൃശദുഃഖിത. സാ സഹൃത്സ്നേഹഗുണിതാ ദീനചിത്താജമായ സ്വയം ചാബധ്യത ശിച ബദ്ധാൻ പശ്യന്ത്യപസ്മൃതി. എന്തുണ്ടായി? അമ്മ ഓടി. എന്തായിരുന്നു ഉദ്ദേശം? കുട്ടികൾ കഷ്ടപ്പെടുന്നുണ്ടല്ലോ, നിലവിളിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ്. നിലവിളിക്കുന്നതും ശരിയാണ്, കഷ്ടപ്പെടുന്നതും ശരിയാണ്. പക്ഷെ അമ്മ എന്തു വേണം? അവിടെ പോയിട്ട് അവരെ രക്ഷിക്കാൻ പറ്റിയാൽ ശരി. അല്ല, താനും അതേമാതിരി ആകാൻ പോകുകയാണെങ്കിൽ ഓടിയിട്ട് വല്ല കാര്യമുണ്ടോ? ഗൃഹസ്ഥന്മാരെ, പ്രേക്ഷകരെ, നിങ്ങളോട് ഈ ചോദ്യം ഞാൻ ചോദിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. ഈ കഥ ഞാൻ എങ്ങനെ ഗൃഹസ്ഥന്മാരോട് പറയും? അവർ എങ്ങനെ ഇത് കേൾക്കുന്നത്? ഒരമ്മ ചെയ്യേണ്ടത് എന്താ? കുട്ടികൾ ബന്ധനസ്ഥരായിരിക്കുന്നു. ആ ബന്ധനസ്ഥരായിരിക്കുന്ന കുട്ടികൾ നിലവിളിക്കുന്നു. ആ നിലവിളിക്കുന്ന സമയത്ത് അമ്മ സമാനമായിരിക്കുന്നൊരു വിധിയെ നേരിടണോ? അതോ അമ്മ വേറെ എന്തെങ്കിലും ചെയ്യണോ? എന്താണ് ധർമ്മം ശാസിക്കുന്നത്? എന്താണ് നമ്മുടെ അന്തരംഗത്തിൻ്റെ പ്രചോദനം, നിർബന്ധം? ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ചിലർക്കൊക്കെ വിചാരമുണ്ട്, ആരെങ്കിലും ഒരാൾ ദുഃഖിക്കണു, വിഷമിക്കണു, കൂടെ പോയി കുറച്ചൊന്ന് കരഞ്ഞിട്ട് കാപ്പിയും ചായയും കുടിച്ചിട്ട് മടങ്ങി വരാം. അവരുമാതിരി ജീവിതം മുഴുവൻ ദുഃഖിക്കാൻ പങ്കുചേരുന്നവർ എത്രയുണ്ട്? ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ഒരു സ്നേഹിതൻ വിഷമത്തിലായി. ആ വിഷമം കണ്ട് നിങ്ങൾക്ക് വിഷമമുണ്ടായിട്ട് എന്ത് ചെയ്യും? ഞാനും നിന്നെ പോലെ ആയിക്കളയാം,
എന്നിട്ട് പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണോ ചെയ്യുക? അങ്ങനെ ചെയ്യാൻ നിങ്ങൾ എത്ര ആൾ തയ്യാറുണ്ട്? അവിടെ ദുഃഖം കാണാനൊക്കെ പോവും, പോയിട്ട് ഇത്തിരി കാപ്പിയും ചായയും കുടിച്ചിട്ട് സാരമില്ല ഇനി വരാമെന്ന് പറഞ്ഞ് മടങ്ങി വരികയുള്ളൂ. എന്താ വേണ്ടത് ഇവിടെ ഒരമ്മ? വളരെ ഗൗരവമുള്ളൊരു ചോദ്യമാണത്. ഓടിച്ചെന്നു എന്നുള്ളത് ശരി, ചെന്നിട്ട് എന്തുണ്ടായി? ആ കുട്ടികളുമായിട്ട് താനുമായി. ആ കുട്ടികളെ കൊണ്ടുപോകുന്നത് വരെ അമ്മയ്ക്കും കുട്ടികൾക്കും ഒരുമിച്ചിരിക്കാം എന്നുള്ളതേ ഉള്ളൂ. എല്ലാവരെയും കൂട്ടി ഗ്യാസ് ചേമ്പറിലിട്ടു എന്ന് പറഞ്ഞ മാതിരിയാണ് ഇപ്പം നടക്കാൻ പോകുന്നത്. സാ അസകൃത് സ്നേഹഗുണിത ദീനചിത്താജമായ. ആ വാക്കുകളൊക്കെ വളരെ ശ്രദ്ധിക്കണം നിങ്ങൾ. സ്നേഹഗുണിത, സ്നേഹഗുണിത, സ്നേഹഗുണിത. ആ കുട്ടികളോടുള്ള സ്നേഹം ഒരു കയറ് പോലെ പിടിച്ച് കെട്ടി ആ കെട്ടപ്പെട്ട മനസ്സോടുകൂടി ദീനചിത്ത അജമായ. അജൻ, അജൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്, പരബ്രഹ്മം തന്നെ, ജഗതീശ്വരൻ തന്നെ. ആ ജഗതീശ്വരൻ്റെ മായയാലാണ് ഈ അമ്മ, കുട്ടി, കുട്ടി, സ്നേഹം, ബന്ധനം, മോക്ഷം ഇതൊക്കെ ആ മായയുടെ ഉള്ളിൽ കിടന്ന് കളിക്കുന്നതാണ്. അപ്പോൾ ആ മായാശക്തിക്ക് വിധേയമായി വളരെ ദീനചിത്തയായി ദുഃഖിത മനസ്സോടുകൂടി സ്വയം ച അബദ്ധ്യത ശിച. ആ അമ്മ ഓടിച്ചെന്ന് അതേ വലയാൽ ബന്ധിക്കപ്പെട്ടു. ബദ്ധാൻ പശ്യന്ത്യപസ്മൃതി. തൻ്റെ കുട്ടികൾ ബന്ധനത്തിലാണ് കിടക്കുന്നത്. ഞാൻ അങ്ങോട്ട് പോയാൽ എനിക്കും അതേ ബന്ധനം സംഭവിക്കും എന്ന് മനസ്സിലാക്കാൻ പറ്റാതെ ഈശ്വരൻ്റെ മായയാൽ മോഹിക്കപ്പെട്ടവളായി ആ കുട്ടികളോടുള്ള പരിതാപം എന്ന് പറയുന്ന ഒരു ഭാഗം മാത്രമേ മനസ്സിലാക്കിയുള്ളൂ. ആ പരിതാപത്തിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ആലോചനയോ ആ പരിതപിക്കുന്ന കുട്ടികളുടെ അടുത്ത് ചെന്നാൽ എനിക്കെന്താവും എന്ന് ആലോചിക്കാനോ ഒന്നും പറ്റാതെ അപസ്മൃതി എന്നാണ് പറയണത്. എല്ലാ വിധത്തിലുള്ള ഓർമ്മയും ധാരണയും വിവേകവും നഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഗൃഹസ്ഥ ജീവിതം നയിക്കുന്ന സമയത്ത് ഇതേമാതിരിയുള്ള അപസ്മൃതിത്വം നിങ്ങൾക്കുണ്ടോ? അപസ്മാരല്ല പറയുന്നത് കേട്ടോ, അപസ്മൃതിത്വം. സ്മൃതി നഷ്ടപ്പെട്ടു പോവുക. താൻ ആര്, താൻ എന്ത് ചെയ്യണം? കുട്ടികൾക്ക് വിഷമമുണ്ട്. ആ വിഷമമുള്ള കുട്ടികളെ രക്ഷിക്കാൻ എന്നെ കൊണ്ട് പറ്റുമോ? രക്ഷിക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ എന്തു വേണം? എന്നെയും അവർക്ക് വേണ്ടി കൊല്ലണോ? അങ്ങനെ 2ന് പകരം 3, 3ന് പകരം 4, 4ന് പകരം 40 അങ്ങനെ ആവണതാണോ ആവശ്യം? എന്താണ് ഒരു മനുഷ്യൻ ആലോചിച്ച് ചെയ്യേണ്ടത്? ബുദ്ധി എന്താ നമ്മൾക്ക് ഈ കാര്യത്തിൽ പറയുന്നത്? ധർമ്മശാസ്ത്രം എന്തുപദേശിക്കുന്നു? ഒരു ഭാഗത്ത് കുരുക്ഷേത്രത്തിൽ ഭീഷ്മരെയും ദ്രോണരെയും ഞാൻ എങ്ങനെ നേരിടും? കഥം ഭീഷ്മമഹം സംഖ്യേ ദ്രോണം ച മധുസൂദന ഇഷുഭി പ്രതിയോത്സ്യാമി പൂജാർഹ വരിസൂദന എന്നായിരുന്നു അർജുനൻ്റെ ചോദ്യം. കണ്ടമാത്രയിൽ പൂജിക്കപ്പെടാൻ അർഹപ്പെട്ടവരെ ഞാൻ അസ്ത്രം കൊണ്ട് എങ്ങനെ കഠിനമായി പ്രഹരിക്കും എന്ന് ചോദിച്ചു. അവിടെ മനസ്സിന് വ്യാമോഹം വന്നു. എന്നിട്ട് ധർമ്മശാസ്ത്രം ഉപദേശിച്ചു യുദ്ധം ചെയ്യണമെന്ന്. ഇവിടെയോ അതേമാതിരി ഒരു ധർമ്മം ഇവിടെയുണ്ട്. എന്താണത്? ഒരമ്മ വേണ്ടത്, ഒരച്ഛൻ വേണ്ടത്. അത് മനുഷ്യരെ കൊണ്ട് ആലോചിപ്പിക്കുകയാണ് ശ്രീമദ് ഭാഗവതം. കപോദശ്ചാത്മജാൻ ബദ്ധാൻ ആത്മനോപ്യധികാൻ പ്രിയാൻ ഭാര്യാം ച ആത്മസമാം ദീനോ വിലലാപാതി ദുഃഖിത. ഇത്രയുമായി ആൺപക്ഷി ഭർത്താവും അച്ഛനും വന്നു. അമ്മ കണ്ടത് 2 അച്ഛൻ കണ്ടത് 3. 2 കുട്ടികളായിരുന്നു അവിടെ കൊടുക്കപ്പെട്ടത്. അച്ഛൻ വരുമ്പോഴേക്കും 2 കുട്ടികളല്ല, മുതിർന്ന ഇണപ്പക്ഷിയും അതിൽ പെട്ടുകഴിഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? മനസ്സിലാവുന്നുണ്ടോ? ആലോചന ബുദ്ധിയോടുകൂടി ആലോചിക്കുമോ? എന്താണ് ഇവിടെ ശാസ്ത്രം നമ്മെ നയിക്കുന്നത് എവിടേക്കാണെന്ന്? അമ്മ വന്ന് നോക്കിയപ്പോൾ ഒന്നുമറിയാത്ത സരളഹൃദയന്മാരായി, അധികം കെൽപ്പൊന്നുമില്ല, അങ്ങനെയുള്ള 2 കുട്ടികളാണ്. ഇത് കാട് മുഴുവൻ പറക്കാനും തേടാനും വേർതിരിച്ചറിയാനും ശക്തിയുള്ള അമ്മയാണ്. ആ അമ്മ അത് കണ്ടിട്ട് ആലോചിക്കാതെ ടപ്പ് അതിൻ്റെ ഉള്ളിലാ പോയി. കപോതം വന്നപ്പോഴോ ആത്മജാൻ ബദ്ധാൻ ആത്മനോപ്യധികാൻ പ്രിയാൻ. ആ പദങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. തന്നേക്കാൾ ഇഷ്ടമാണ് തൻ്റെ കുട്ടികളെ. അപ്പോൾ തന്നേക്കാൾ ഇഷ്ടമുള്ള തൻ്റെ കുട്ടികളെ ആത്മജാൻ ബദ്ധാൻ വലയുടെ ഉള്ളിൽ കണ്ടു. ഭാര്യാം ച ആത്മസമാം, തനിക്ക് തുല്യമായിരിക്കുന്ന ഭാര്യയും അവിടെ പെട്ടിട്ടുണ്ട്. അപ്പം ആദ്യം കുട്ടികൾ പെട്ടു, പിന്നെ ഭാര്യയും പെട്ടു. ദീനഹ, ഇതങ്ങോട്ട് കണ്ടപ്പോൾ ദീനനായി, ദുഃഖിതനായി. വിലലാപാതി ദുഃഖിത, അതിദുഃഖിതനായി വിലപിച്ചു. പെട്ടെന്ന് എടുത്തങ്ങോട്ട് ചാടിയില്ല. പലതൊക്കെ മനസ്സിൽ തോന്നി. ആ തോന്നിയതൊക്കെ പറയുക. അമ്മ കണ്ടുടനെ ഓടിക്കടന്നുകൂടി. അച്ഛൻ ഓടാനും കടന്നുകൂടാനും നിന്നില്ല. കുറച്ചിരുന്ന് ആലോചിക്കുക. ആ ആലോചിച്ചിട്ടുള്ള തീരുമാനം എന്താണെന്നുള്ളതിലാണ് വളരെ ഗൗരവം നമ്മൾ കൊടുക്കേണ്ടത്.
അഹോ മേ പശ്യതാപായം അല്പപുണ്യസ്യ ദുർമതേഃ അതൃപ്തസ്യ അകൃതാർത്ഥസ്യ ഗൃഹസ്ത്രൈവർഗികോ ഹതഃ. അഹോ മേ പശ്യതാപായം അല്പപുണ്യസ്യ ദുർമതേഃ. അഹോ, എല്ലാവരും കേക്കച്ചൊല്ലി പറയാണ്, അഹോ അഹോ മേ പശ്യത, എനിക്ക് വന്നിട്ടുള്ള അപായത്തിനെ പറ്റി നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കൂ. അല്പപുണ്യസ്യ ദുർമതേഃ, ഞാൻ അല്പപുണ്യനാണ്, എനിക്കധികം പുണ്യമില്ല. ദുർമതേഃ, ഞാൻ ദുർമതിയാണ്, ബുദ്ധിയുമില്ല. അതൃപ്തസ്യ അകൃതാർത്ഥസ്യ, ഞാൻ ഇതേവരെ ദാമ്പത്യ ജീവിതം നയിച്ചു, ഉണ്ടായിട്ടുള്ള കുട്ടികളാണ്. ഒരു പിതൃഭാവത്തിലോ അല്ലെങ്കിൽ ദാമ്പത്യത്തിലോ പൂർണ്ണ തൃപ്തി എനിക്ക് വന്നിട്ടില്ല. ഞങ്ങൾ കുറച്ചു കാലേ ജീവിച്ചിട്ടുള്ളൂ. ഇനിയും ഭാര്യയോടുകൂടി കുറേ കാലം ഭാര്യാസമേതനായി ജീവിക്കണം, സന്താന സമേതനായി ജീവിക്കണം. അതിനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായില്ല. ഞാൻ വിചാരിച്ചു കുറേ കാലം കഴിഞ്ഞുകൂടാമെന്ന്. അപ്പോൾ ദീർഘപുണ്യനായിരിക്കും. ഇപ്പം അല്പപുണ്യനാണ്, ഒന്നിനും കൊള്ളൂല്ല. ഇങ്ങനെയുള്ള ഭവിഷ്യത്തുകൾ വരും എന്ന് പറഞ്ഞ് കുട്ടികളോട് കൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കിടക്കരുതെന്ന് ഞങ്ങൾ പറഞ്ഞില്ല. ഞങ്ങൾ ഉള്ളപ്പോഴേ പുറത്ത് വരാൻ പാടുള്ളൂ, അതും പറഞ്ഞില്ല. അപ്പോൾ പല കാര്യങ്ങളിലും പിഴവ് വന്നിട്ട് ഇവിടെ അല്പപുണ്യസ്യ ദുർമതേഃ അതൃപ്തസ്യ അകൃതാർത്ഥസ്യ ഗൃഹഃ ത്രൈവർഗികോ ഹതഃ. ഒരു പക്ഷിയുടെ കഥ പറയുമ്പോഴാണ് ഇതൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് പക്ഷിക്കുള്ള പാട്ടാണോ? അല്ല, പക്ഷികളെ വെച്ചുകൊണ്ട് മനുഷ്യർക്കുള്ള പാട്ടാണ് ഭാഗവതം പാടുന്നത്. ഗൃഹഃ ത്രൈവർഗികോ ഹതഃ. ഈ ഗൃഹം എന്തിനു വേണ്ടിയിട്ടുള്ളതാ? ധർമ്മം, അർത്ഥം, കാമം എന്ന് പറയുന്ന 3 പുരുഷാർത്ഥം സാധിക്കാനുള്ള സ്ഥലമാണ് വീട്. മോക്ഷം കിട്ടാനോ അതിനാണ് ആശ്രമം. അപ്പം സാധാരണ ഒരു വീട്ടിൽ ധർമ്മം, അർത്ഥം, കാമം. ധർമ്മം എന്ന് പറഞ്ഞാൽ ജീവിക്കാനുള്ള വ്യവസ്ഥകളും മൂല്യങ്ങളും അനുസരിക്കുന്ന ആ സ്വഭാവം, അത് വീട്ടിലുള്ളവർ നിങ്ങളെല്ലാവരും പഠിക്കണം. ജീവിത മൂല്യങ്ങൾ എന്താ? ധർമാനുഷ്ഠാനം എന്ന് പറയുന്നത് എന്താ? എങ്ങനെ പഠിക്കണം? പഠിപ്പിനെ എങ്ങനെ കാണണം? എങ്ങനെ സമ്പാദിക്കണം? സമ്പാദിക്കുന്നതിന് വ്യവസ്ഥകൾ എന്താ? ആ ഉള്ള പണം എങ്ങനെ ചെലവ് ചെയ്യണം? എങ്ങനെ ചെലവ് ചെയ്താലാണ് ചെലവ് ചെയ്യുന്നവന് അതുകൊണ്ട് സദ്ഗതി വരിക? ഇത് 3 നിങ്ങൾ പഠിക്കണം. അപ്പോൾ ആ 3 ത്രൈവർഗികം, ധർമ്മം, അർത്ഥം, കാമം എന്ന് പറയുന്ന 3 എണ്ണത്തിനും നിദാനമായിരിക്കുന്ന എൻ്റെ വീട് തകർന്നു പോയി. ഇനി എന്ത് വീടാ? അവിടെ ഭാര്യയില്ല, 2 കുട്ടികളുമില്ല. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഞാനിതൊക്കെ വളർത്തിയുണ്ടാക്കി കൊണ്ടുവന്നത്. ആ കുട്ടികളില്ലാതെ ഇനി ജീവിക്കാൻ പറ്റുമോ? ഭാര്യയില്ലാതെ ജീവിക്കാൻ പറ്റുമോ? എൻ്റെ ഭാര്യ എങ്ങനത്തവളാണെന്നറിയോ? അനുരൂപാനുകൂലാച യസ്യമേ പതിദേവത ശൂന്യേ ഗൃഹേ മാം സന്ധ്യജ്യ പുത്രൈഃ സ്വർയാതി സാധുഭിഃ. നിങ്ങൾക്കൊക്കെ ഈ വിവരണം എങ്ങനെയാണ് മനസ്സിൽ തട്ടുന്നത് എന്നൊന്ന് സ്വാമിജിയെ അറിയിക്കണം കേട്ടോ. ഞാനിത് വളരെ സെൻസിറ്റീവായിട്ടാണ് കാണുന്നത്, വളരെ സെൻസിറ്റീവാണ്. നിങ്ങൾ വിചാരിക്കുന്നതിലധികം സംവേദനത്വം എനിക്ക് ഈ കാര്യത്തിലുണ്ട്. അനുരൂപാനുകൂലാച യസ്യമേ പതിദേവത, തൻ്റെ ഭാര്യയെക്കുറിച്ച് കബോധം പറയുകയാണ്. അനുരൂപ, എനിക്ക് വളരെ യോജിച്ചവളാണ്. ഇത് കൂടാതെ വേറെ ഒരു മെയ്റ്റ് വേണമെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. വളരെ തൃപ്തനാണ് എല്ലാ വിധത്തിലും, കാഴ്ചയിലും ശ്രവണത്തിലും പെരുമാറ്റത്തിലും അടുത്തുള്ള പെരുമാറ്റത്തിലും സാമീപ്യത്തിലുമൊക്കെ. അനുരൂപ അനുകൂലാച, ഞാൻ എന്ത് പറഞ്ഞാലും അതനുസരിക്കും. കണ്ടന്തറിയും മുണ്ടന്തറി എന്നുള്ള സമ്പ്രദായമൊന്നുമില്ല, നല്ല പോലെ അനുകൂലമുള്ള ആളാണ്. യസ്യമേ പതിദേവത, ഭർത്താവിനെ ദേവതയായിട്ട് കാണുന്നവളാണ് എൻ്റെ കബോധി. നിങ്ങൾക്ക് ഈ വക ഭാഗ്യങ്ങളൊക്കെ ഇല്ലേ? ആലോചിച്ച് നോക്കിക്കോളൂ. അനുരൂപാനുകൂലാച യസ്യമേ പതിദേവത ശൂന്യേ ഗൃഹേ മാം സന്ധ്യജ്യ. ഇതൊക്കെ പഴയ ചരിത്രമാണ്, ഓർമ്മയാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്തിരിക്കണേ എൻ്റെ ഭാര്യ? ശൂന്യമായിരിക്കുന്ന ഒരു ഗൃഹത്തിൽ, അവിടെ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഇപ്പം ആരുമില്ല. ആ ഗൃഹത്തിൽ ശൂന്യേ ഗൃഹേ മാം സന്ധ്യജ്യ, എന്നെ അങ്ങോട്ട് വിട്ടിട്ട് ആ കുട്ടികളുടെ അടുത്ത് ഓടി അങ്ങോട്ട് ചെല്ലുന്നതിന് മുൻപ് ഈ കുട്ടികളുണ്ടായത് എങ്ങനെയാ? കല്യാണം കഴിച്ചൊരു ഭർത്താവോട് കൂടി ഇരുന്നിട്ടാണ്. അപ്പം ഭർത്താവാണ് ആദ്യം, കുട്ടികൾ പിന്നെയാണ്. ആ ഉണ്ടായ കുട്ടികളെ പറ്റിയിട്ട് കുട്ടികളെന്ന് വന്നപ്പോൾ ഭർത്താവിനേക്കാൾ ഏറെ മുൻതൂക്കം കൊടുത്തിട്ട് ഈ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഓടിച്ചെന്നാൽ എനിക്ക് അപകടം വരും, എന്നെപ്പോലെ ഒരു ഭർത്താവ് അവിടെയുണ്ട്, അപ്പം അദ്ദേഹവും കൂടി വരട്ടെ, വന്നിട്ടൊന്ന് കൂടിയാലോചന നടത്തിയതിന് ശേഷം എന്ത് വേണമെന്ന് ആലോചിക്കാം, അല്ലെങ്കിൽ ഭവിഷ്യത്ത് സ്വീകരിക്കാം എന്നൊന്നും അവർ കരുതിയില്ല. അപ്പം കുട്ടികൾ അങ്ങോട്ട് വന്നപ്പോൾ കുട്ടികളായി, ഭർത്താവ് മാറി നിന്നു.
നിങ്ങൾക്കിത് പിടിക്കുന്നുണ്ടോ സ്വാമിജി പറയുമ്പോൾ? ആ ഭർത്താവിനുള്ള സ്ഥാനാ പോയി. ഭർത്താവിൽ നിന്ന് കുട്ടിയോ കുട്ടികളാണ്. ആ ഭർത്താവിനെ കഴിച്ച് കുട്ടികളെ പിടിക്കാൻ പാടുള്ളൂ. അത് വിട്ട് കുട്ടികളെ പിടിക്കുന്നത് ശരിയാണോ? തടിക്കും മീതെ നിൽക്കുന്ന കൊമ്പാവില്ലേ അപ്പോൾ? അപ്പം എന്നെ അങ്ങോട്ട് വിട്ടിട്ട് ശൂന്യേ ഗൃഹേ മാം സന്ത്യജ്യ പുത്രൈ സ്വർയാദി സാധുഭിഹി പുത്രൈ. ആ കുട്ടികളെ ഞാൻ ഒരു കുറ്റവും പറയുന്നില്ല. അവർ കുട്ടികളാ, സാധുക്കളാണ്. അവർ മഹാത്മാക്കളെന്ന് പറയാം, ഇന്നസെൻറ്റ്. അവർ രണ്ടാളോടും കൂടി സ്വർയാദി, അവർ സ്വർഗത്തിലേക്ക് പോകുമായിരിക്കാം. എനിക്കോ നരകമാണ് എനിക്ക് കിട്ടാൻ പോകുന്നത്. സോഹം ശൂന്യേ ഗൃഹേ ദീനോ മൃതദാരോ മൃതപ്രജ. നിങ്ങൾ ഈ പദങ്ങളൊക്കെ കേൾക്കുന്നുണ്ടോ? ശ്രദ്ധിച്ച്. സോഹം ശൂന്യേ ഗൃഹേ ദീനോ മൃതദാരോ മൃതപ്രജ ജിജീവിഷേ കിമർത്ഥം വാ വിധുരോ ദുഃഖജീവിത. ആ കബോധത്തിൻ്റെ സ്വഗതമാണ് ഇവിടെ പറയുന്നത്. അദ്ദേഹം സ്വന്തമായിട്ട് കബോധം ആലോചിച്ച് പറയുന്നതാണ്. സോഹം ശൂന്യേ ഗൃഹേ ദീനോ, ശൂന്യമായിരിക്കുന്ന ഗൃഹത്തിൽ അതിദീനനായി അതിദുഃഖിതനായി. മൃതദാരോ മൃതപ്രജ, ഭാര്യയും മരിച്ചു, കുട്ടികളും മരിച്ചു. ജിജീവിഷേ കിമർത്ഥം വാം. ഇനി ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു ചോദ്യം വലിയ ചോദ്യമാണ്. നിങ്ങളുടെ കുടുംബാംഗങ്ങളൊക്കെ പോയി നിങ്ങൾ ഒറ്റയ്ക്കായി എന്നുണ്ടെങ്കിലും കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ ജീവിക്കുന്നത്? ഭാഗവതം അത് സമ്മതിക്കില്ല, ഒരിക്കലുമില്ല. ഇവിടെ എല്ലാവരും ജീവിക്കുന്നത് ജഗദീശ്വരന് വേണ്ടിയിട്ടാണ്. ലോകം തന്നെ കിടന്ന് തിരിയുന്നത് ഈശ്വരന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കോ എനിക്കോ വേണ്ടിയിട്ടല്ല. അത് മറിച്ചാവാൻ പോകുന്നില്ല. നിങ്ങളുടെ മനസ്സിനെ ചുറ്റുപാടുമുള്ള എല്ലാ ഘടകങ്ങളിൽ നിന്നും എടുത്ത് ഇതിനെ എല്ലാറ്റിനെയും ആവരണം ചെയ്ത് നിൽക്കുന്ന ഈശ്വരൻ എന്നൊന്നിൽ ഘടിപ്പിക്കുന്നത് വരെ നിങ്ങൾക്ക് സമാധാനവും ശാന്തി ഉണ്ടാവില്ല. നിങ്ങൾ വിചാരിക്കും കുടുംബാംഗങ്ങൾ, എനിക്ക് ആശ്രയം എൻ്റെ കുട്ടി, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, അമ്മാമൻ, പിറന്ന ഗൃഹം, കല്യാണം കഴിച്ച ഗൃഹം, ഇങ്ങനെ പലതും നിങ്ങൾ ആലോചിച്ചോളൂ. ഒരു കാര്യവും ഉണ്ടാവില്ല. നമ്മുടെ മനസ്സിനെ ഈ നശ്വരമായിരിക്കുന്ന പ്രപഞ്ച വസ്തുക്കളിൽ നിന്ന് ഉയർത്തി എഴുന്നേൽപ്പിച്ച് അനശ്വരമായിരിക്കുന്ന ഈശ്വര സന്നിധിയിൽ എത്തിക്കാൻ ഒരു ശാന്തി ഉണ്ടാവില്ല. നോക്കൂ ഇവിടെ എന്താ പറയുന്നതെന്ന്. ജിജീവിഷേ കിമർത്ഥം വാ വിധുരോ ദുഃഖജീവിത. ദുഃഖജീവിതനായി, ദുഃഖം മാത്രം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്നവനായി. വിധുരൻ എന്ന് പറഞ്ഞാൽ ഭാര്യാഹീനനായി. കിമർത്ഥം വാ ജിജീവിഷേ. ഇനി ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്? ഭാര്യയില്ല, മക്കളുമില്ല, ശൂന്യമായൊരു ഗൃഹമുണ്ട്. ഈ കഴിഞ്ഞു പോയ ഓർമ്മ മുഴുവനും എന്നെ മഥനം ചെയ്യും, എന്നെ വ്യഥിപ്പിക്കും, വേദനിപ്പിക്കും. താംസ്തഥൈവാവൃതാൻ ശിഗ്ഭിഃ മൃത്യുഗ്രസ്താൻ വിചേഷ്ടതഃ സ്വയം ച കൃപണശിക്ഷു പശ്യന്യപ്യബുധോ അപതത്. ഇതെങ്ങനെയാണ് ഞാൻ പറയുക? എങ്ങനെയാണ് നിങ്ങൾ കേൾക്കുക? താംസ്തഥൈവാവൃതാൻ ശിഗ്ഭിഃ മൃത്യുഗ്രസ്താൻ വിചേഷ്ടതഃ. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നോക്കുകയാണ്. കബോധിയെ നോക്കണു, കുട്ടികളെ നോക്കണു. അവരാ വലയുടെ ഉള്ളിൽ കിടന്ന് പെടയാണ്. പുറത്തേക്ക് വരാൻ നോക്കണു, വരാൻ പറ്റണില്ല. വലിയ വല മടങ്ങി കിടക്കണു. അതിൻ്റെ ദ്വാരം എവിടെയാണെന്ന് അറിയില്ല, പോകാൻ പറ്റില്ല. വേടനപ്പുറത്ത് ഒളിഞ്ഞു നിൽക്കുന്നുണ്ടാവും, അതാരും കാണുന്നില്ല. വേടൻ അവിടെ നിൽക്കുക, അയാളുടെ ഒരു പ്ലാനുണ്ട്, ആ പ്ലാൻ മുഴുവനാവാൻ നിൽക്കുകയാണ്. അപ്പോൾ താംസ്തഥൈവാവൃതാൻ ശിഗ്ഭിഃ, ആ വലയുടെ ഇഴകൾ കൊണ്ട് പൂർണ്ണമായി ആവരണം ചെയ്യപ്പെട്ട അവരെ കണ്ടു, മൂന്നാളെയും. മൃത്യുഗ്രസ്താൻ, മരണം പിടിപെട്ടു കഴിഞ്ഞു. ഇനി അധികം സമയമൊന്നുമില്ല ബാക്കി. വിചേഷ്ടത, എന്നാലും കിടന്ന് പെടയണു. അങ്ങനെ ആ മരണത്തിൻ്റെ വക്ക് വരെ എത്തിയ ഭാര്യയെയും കുട്ടികളെയും കണ്ടിട്ട് അതിലെന്തെങ്കിലും ഒരു രക്ഷ നൽകാൻ പറ്റാതെ, കേൾക്കുന്നുണ്ടാവോ? അങ്ങനെയുള്ള ഒരവസ്ഥയിൽ നിന്ന് എന്തെങ്കിലും രക്ഷയല്ലേ അവർക്ക് കൊടുക്കേണ്ടത്? അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ കൊള്ളാം. രക്ഷ കൊടുക്കാൻ പറ്റാതെ അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് എന്താ ചെയ്യാൻ പോണത്? സ്വയം ച കൃപണശിക്ഷു, സ്വയം ച കൃപണഃ ശിക്ഷു, താൻ സ്വയം കൃപണനായി. ഈ ഒരു വാക്ക് ഞാൻ എങ്ങനെയാ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ തൊടുത്തുവിടുക? കൃപണൻ എന്നുള്ള സാധാരണ വാക്കിന് പിശുക്ക് എന്നൊരർത്ഥമാണ്. പക്ഷേ ഛാന്തോഗ്യോപനിഷത്തിൽ കൃപണ ശബ്ദത്തിന് വലിയ അർത്ഥമാണ് പറയുന്നത്. കൃപണൻ, പിശുക്ക് എന്ന് പറഞ്ഞാൽ എന്താ?
ധാരാളം കയ്യിലുണ്ടായിട്ടും കുറേശ്ശെ ചെലവ് ചെയ്യണം. കയ്യിലോ ധാരാളമുണ്ട്. ധാരാളം ഉണ്ടെങ്കിൽ എന്ത് വേണം? കൈ നിറച്ച് കൊടുക്കണം. അത് കൊടുക്കുന്ന സമയത്തോ അതാണ് പിശുക്ക്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലിയ ലാഭം നേടാനുള്ള അവസരമുണ്ട്. ആ വലിയ ലാഭം, വലിയ നേട്ടം കൊയ്തെടുക്കാനുള്ള അവസരമുള്ളപ്പോൾ അതൊന്നും ചെയ്യാതെ നിസ്സാര നേട്ടങ്ങളിൽ എലിയും പന്നിയും പെരിച്ചാഴിയും പോലെ ഈ ബാഹ്യസുഖങ്ങൾ മാത്രം നക്കിക്കൊണ്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടുക. ഇതാണ് കൃപണത്വം ഒരു നിലയ്ക്ക്. സ്വയം ച കൃപണ ശിക്ഷു പശ്യൻ അപ്യബുധോ അപതത്. അബുധ കൃപണ സ ശിക്ഷു അപതത്. ആ വലയിൽ ചെന്നങ്ങോട്ട് കുടുങ്ങി. ഇപ്പം എന്താ അവിടെ മെച്ചുണ്ടായത്? 2 കുട്ടികളെ വേടൻ പിടിച്ചു. അത് കണ്ട അമ്മ വിലപിച്ച് ഓടി ആലോചിക്കാതെ ചെന്നു. ഇപ്പോൾ കുറേയൊക്കെ ആലോചിച്ച് സ്വഗതമായി പലതും പറഞ്ഞതിന് ശേഷം അച്ഛനും അവിടെ ചെന്ന് വിട്ടു. ഇതിപ്പോൾ ആർക്കാ നന്നായത്? വേടന് നന്നായി, ഇവർക്കൊക്കെയോ നഷ്ടവും. തം ലബ്ധ്വാ ലുബ്ധക്രൂരഃ കപോദം ഗൃഹമേധിനം കപോദകാൻ കപോദീം ച സിദ്ധാർത്ഥഃ പ്രയയൗ ഗൃഹം. തം ലബ്ധ്വാ ലുബ്ധക്രൂരഃ. വേടൻ അവിടെ കാത്തിരുന്നത് ഈ കപോദത്തിനെ കിട്ടാനാണ്. 2 ആൾ വന്നു, അമ്മ പെട്ടു. ഇനി 4ാമത്തെ ആളും വരും എന്ന് വിചാരിച്ച് കാത്തിരുന്നു. ഉദ്ദേശമായത് തന്നെ ഗൃഹമേധിനം കപോദം ലബ്ധ്വാ. ആ ശബ്ദങ്ങളൊക്കെ പദങ്ങളൊക്കെ വളരെ വിശേഷ. ആ ഗൃഹമേധി, കപോദം എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലിയെ നയിക്കാനുള്ള അറിവും തൻ്റെ ഇടവും സന്നദ്ധതയും വേണം. ഇവിടെ ഫാമിലിയെ നയിച്ചുവോ അതോ ഫാമിലിയുടെ ഒപ്പം നശിച്ചുവോ? അപ്പോൾ ഫാമിലിയും പോയി, താനും പോയി. ഇതാണോ നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം? ഒരാളെ നമ്മൾ രക്ഷിക്കണം എന്ന് പറയുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് രക്ഷിക്കണം എന്ന് പറയണത്? ആ ആളുടെ ജീവിതം കൂടുതൽ നിലനിൽക്കട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ രക്ഷിക്കാനുള്ള പോക്കിൽ തന്നെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് ശരിയാവുമോ? അപ്പോൾ പിന്നെ അവരെ രക്ഷിക്കേണ്ട ആവശ്യമില്ലല്ലോ. രക്ഷിക്കുന്നത് ജീവിതം നിലനിർത്താനാണ്. അപ്പോൾ ജീവിതം നിലനിർത്തുന്നതാണ് ആവശ്യമെങ്കിൽ അവരുടെ ജീവരക്ഷയുടെ പേരിൽ തൻ്റെ ജീവിതത്തിന് ബലി കഴിക്കുന്നതിൽ അർത്ഥമുണ്ടോ? ഇങ്ങനെ വിവേകശൂന്യതയോടുകൂടി. അപ്പോൾ ഒരാൾ മുങ്ങിച്ചാവാൻ പോയി. ആ മുങ്ങിച്ചാവാൻ പോയ ആളെ നിങ്ങൾ കടന്നു പിടിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ആൾ മൂലം മുങ്ങിമരണം വരാതിരിക്കാനുള്ള ഒരു സ്വയം രക്ഷ വേണം. അല്ലാതെ പോകരുത്. പോയാൽ എന്തുവരും? ഒരാൾ മുമ്പ് പോയി, വേറൊരാൾ പോയി. 2ാമത്തെ ആൾ രക്ഷിക്കാൻ 3ാമത് ആൾ പോയാലോ? അപ്പോഴും തഥൈവ. ഇത് വലിയൊരു കാര്യമാണ്, ആലോചിക്കേണ്ട വിഷയമാണ്. തം ലബ്ധ്വാ ലുബ്ധക്രൂരഃ. അതിക്രൂരനാണ് ലുബ്ധകൻ. ഈ പക്ഷികൾ ആ വേടൻ്റെ കാര്യത്തിൽ ഒന്നും ഇടപെടുന്നില്ല. അങ്ങനെ ആയിട്ടും ആ പക്ഷികളെ പിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോകണമെന്നാണ് അയാളുടെ വിചാരം. കപോദം ഗൃഹമേധിനം കപോദകാൻ കപോദീം ച സിദ്ധാർത്ഥഃ. ക്രൂരനായിരിക്കുന്ന വേടൻ സിദ്ധാർത്ഥനായി. എന്താ ഈ സിദ്ധാർത്ഥ ശബ്ദത്തിന് അർത്ഥം? അർത്ഥം നമ്മുടെ ഉദ്ദേശം സിദ്ധമായി, ഉദ്ദേശം നടന്നു. പ്രയയൗ ഗൃഹം. ഇത് കഴിഞ്ഞിട്ട് എന്താ പറയുന്നത് എന്നറിയോ? ഏവം കുടുംബശാന്താത്മാ ദ്വന്ദ്വാരാമഃ പതത്രിവത് പുഷ്ണൻ കുടുംബം കൃപണഃ സാനുബന്ധോ വസീദതി. ഇതാണ് ഭാഗവതത്തിനുള്ള സന്ദേശം, മൂല്യം. ഏവം ഇപ്രകാരം കുടുംബശാന്താത്മാ. പ്രേക്ഷകരെ, നിങ്ങളെല്ലാവരും കുടുംബികളാണ്, ഗൃഹസ്ഥന്മാരാണ്. ആ കുടുംബികളായതുകൊണ്ട് എന്തു വന്നു? ഈ കപോദ കുടുംബാംഗങ്ങളെപ്പോലെ തന്നെ അശാന്താത്മാ, ശാന്തിയില്ല. പക്ഷേ നിങ്ങളൊരു വീട് കെട്ടിപ്പണിത് അതിനു വേണ്ടിയിട്ടാണോ? അതോ ശാന്തിയും സൗഭാഗ്യവും സാഫല്യവും അനുഭവിക്കാനോ? ശാന്തിയും സാഫല്യവും സൗഭാഗ്യവും അനുഭവിക്കുന്നതാണ് ഉദ്ദേശമെങ്കിൽ കുടുംബം എന്തുകൊണ്ടത് തരുന്നില്ല? നിങ്ങൾ കപോദങ്ങളായതുകൊണ്ട്. കപോദ ബുദ്ധി മാത്രമേ നമുക്കുള്ളൂ. അത് വിട്ട് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഈ ഭാഗം വളരെ ശ്രദ്ധ വെച്ച് കേട്ടോളൂ. ചെവിയൊക്കെ കടം മേടിച്ച് കേൾക്കണം. ബുദ്ധിയില്ലെങ്കിൽ ബുദ്ധി കടം മേടിച്ചോളൂ. ഏവം കുടുംബശാന്താത്മാ ദ്വന്ദ്വാരാമഃ പദത്രിവത്. ദ്വന്ദ്വാരാമൻ. എന്താ ഈ ഗൃഹസ്ഥന്മാരെ ദ്വന്ദ്വാരാമൻ എന്ന് പറയുന്നത്? വേണം വേണ്ട, ഇഷ്ടം അനിഷ്ടം, നല്ലത് ചീത്ത, ഉയർച്ച താഴ്ച, ചങ്ങാതി ശത്രു, ഇങ്ങനെ ഈ തുലനം ചെയ്ത് ദ്വന്ദ്വങ്ങളിൽ മാത്രം ആരമണമുള്ളവർ. ദ്വന്ദ്വങ്ങളെ തള്ളിക്കളഞ്ഞ് അതിന് ഉപരിതലത്തിൽ ചെല്ലുന്നതാണ് നമുക്ക് ആവശ്യം. ത്രൈഗുണ്യ വിഷയാവേദ നിസ്ത്രൈഗുണ്യോ ഭവാർജുന എന്നാണല്ലോ അർജുനോട് പറഞ്ഞത്. നിസ്ത്രൈഗുണ്യനാവണം, ദ്വന്ദ്വങ്ങൾക്ക് മീതെ പോകണം. നിർദ്വന്ദ്വോ നിത്യസത്വസ്ഥോ നിർയോഗക്ഷേമ ആത്മവാൻ എന്നാണ് ഭഗവത്ഗീതയിൽ ഊന്നി പറയുന്നത്. ദ്വന്ദ്വങ്ങൾക്ക് മീതെ പോകണം. അത് സാധിക്കാതെ പുഷ്ണൻ കുടുംബം കൃപണഃ.
എനിക്കൊരു കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്. അവരെ പുലർത്താൻ ഞാൻ എന്തും ചെയ്യും. പിക്ക് പോക്കറ്റ് അടിച്ച് ജീവിക്കുന്നവരുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അവരും കല്യാണം കഴിച്ചിട്ടുണ്ട്, അവർക്കും ഉണ്ട് ഭാര്യയും മക്കളും. ചോദിച്ചാൽ പറയും അവർക്കേ ഊണ് കഴിക്കണ്ടേ, അതിനാണ് ചെയ്തതെന്ന്. അപ്പോൾ എന്തും ചെയ്യാമോ? എന്താ അതിൻ്റെ അർത്ഥം? പുഷ്ണൻ കുടുംബം കൃപണഃ സാനുബന്ധോ അവസീദതി. ആ ബന്ധുക്കളോടൊക്കെ പാടെ കൂടി അങ്ങോട്ട് നശിക്കുന്നു. ഇതിനാണോ നമ്മുടെ കുടുംബം? ഒരു കുടുംബം പുലർത്തി ഉണ്ടാക്കി എല്ലാവരോടും കൂടി നമ്മളും മരിക്കുക, ഇതാണോ നമ്മുടെ ഉദ്ദേശം? ആരും മരിക്കാതെ ഇരിക്കണം, നമ്മുടെ ഉദ്ദേശ ലക്ഷ്യം നടത്തണം. അല്ല, അതിൽ ആരെങ്കിലും ഒരാൾ പോയി എന്നുണ്ടെങ്കിലോ പോട്ടെ, നമ്മൾ കൊന്നിട്ടല്ലല്ലോ ചാവുന്നത്. അപ്പോൾ ഏതായാലും ഒരാൾ പോയി, ഇനി ബാക്കിയുള്ളവരെയെങ്കിലും നമുക്ക് മര്യാദയ്ക്ക് പുലർത്തിക്കൊണ്ട് നന്നാക്കി ജീവിക്കണം എന്നല്ലേ നിങ്ങളുടെ വിചാരം വേണ്ടത്? അതിന് പകരം ആ പോയില്ലോ എന്ന് പറഞ്ഞ് നമ്മളും പോയാലോ? അങ്ങനെ എല്ലാവരും പോയാൽ ഇവിടെ എന്ത് നടക്കും? ഒന്നും നടക്കില്ലല്ലോ. ഏവം കുടുംബശാന്താത്മാ ദ്വന്ദ്വാരാമഃ പദത്രിവത് പുഷ്ണൻ കുടുംബം കൃപണഃ സാനുബന്ധോ അവസീദതി അവസീദതി. കുടുംബത്തോടു കൂടി അങ്ങനെ നശിക്കുന്നു. ഇതാണ് വാസ്തവത്തിൽ ഗൃഹസ്ഥന്മാർക്കുണ്ടാകുന്നതായ വിധി, ദുർവിധി എന്ന് പറയട്ടെ. ഞാൻ കുറേ കൊല്ലങ്ങളായി ഡൽഹിയിൽ പോയി വാർഷികമായി ജ്ഞാനയജ്ഞം നടത്തി വരുന്നു. 37 കൊല്ലമായി. ജംഷഡ്പൂരിലേക്കാണ് 47 കിലോമീറ്ററുമാണ് ഇപ്പോൾ പോകാൻ പോകുന്നത്. അതിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുന്ന ആശിഷ് ബോസ് എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ശിഷ്യത്തി പരിചയപ്പെടുത്തി തന്നു അദ്ദേഹത്തിന്. സിൽവ റോയ് എന്ന് പറഞ്ഞ് എസ്റ്റോണിയനാണ് അവരുടെ ജന്മം. കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു ബംഗാളി ഡോക്ടറെയാണ്, PhD ഡോക്ടറെ. ആ സിൽവ റോയാണ് ഞങ്ങളുടെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയത്. അവർ 4 സഹോദരന്മാരായിരുന്നു അത്രേ, 4 പേര്. അവർ 4 പേരും വേറെ ചങ്ങാതിമാരും കൂടി ഒരിക്കൽ കളിക്കാനായിട്ട് പുറത്തേക്ക് നടന്നു പോയി. പോയത് ഒരു പുഴവക്കത്താണ്. ആ പുഴവക്കത്തെ സ്ഥിതി എന്താ? ക്വിക്ക് സാൻഡ് എന്നൊരു സ്ഥലമുണ്ട്. എന്താ ഈ ക്വിക്ക് സാൻഡ്? അവിടെ നമ്മളെങ്ങാനും അബദ്ധത്തിൽ കാല് വെച്ചാൽ ആ മണലിൽ അങ്ങോട്ട് താന്നു പോകും. ആ താന്നു പോകുന്നതിന് ഒരാൾക്ക് നിർത്താൻ പറ്റില്ല. ജംഷഡ്പൂരിൽ അങ്ങനെ ഒരു ക്വിക്ക് സാൻഡ് ഉള്ള സ്ഥലമുണ്ട്. ജനങ്ങളത് മനസ്സിലാക്കി അവിടുന്ന് മാറി നിൽക്കും. അങ്ങനെയാണ് പതിവ്. ഇവരെല്ലാവരും കൂടി അങ്ങനെ അവിടെ കളിച്ചുകൊണ്ടും വ്യവഹരിച്ചുകൊണ്ടിരുന്നു. അതിൽ ഈ ആശിഷ് ബോസിൻ്റെ ഒരു സഹോദരൻ ക്വിക്ക് സാൻഡിലേക്ക് അങ്ങോട്ട് ചെന്നപ്പോൾ അദ്ദേഹം താന്നു. ആ താഴ്ന്നത് കണ്ട് വേറെ ഒരു സഹോദരൻ ചെന്നു, അങ്ങോരും പോയി. 3ാമത്തെ സഹോദരൻ ചെന്നു, അദ്ദേഹവും പോയി. ഈ ആശിഷ് ബോസ് ഓടി അവരുടെ കൂടെ പോവാൻ പുറപ്പെട്ടപ്പോൾ ചങ്ങാതിമാരെല്ലാവരും കൂടി അദ്ദേഹത്തിന് വരിഞ്ഞ് പൊതിഞ്ഞ് അങ്ങോട്ട് ബാക്കി നിർത്തി. ആ ഒരാൾ മാത്രം രക്ഷപ്പെട്ടു. നിങ്ങളിതിന്ന് എന്താ മനസ്സിലാക്കുന്നത്? സാധാരണ നമ്മുടെ മനസ്സിലൊരു വിചാരമുണ്ട്. എന്താ? ഞാൻ ഒരിക്കൽ പാറേക്കാട്ടേക്ക് പോവാം. അപ്പം മണാലൂർ ഒരു ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റിൻ്റെ അവിടെ ഗേറ്റ് അടച്ചിരിക്കുന്നു. ഗേറ്റ് അടച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വണ്ടി വരുന്നതാണല്ലോ അർത്ഥം. അപ്പോൾ ഒരു വണ്ടി അങ്ങനെ വടക്കുന്ന് ഇങ്ങനെ വരിക. അപ്പോൾ വണ്ടി വരുന്ന ആ ശബ്ദവും വിസിലും കൂടി കേട്ടപ്പോൾ ഒരു പശുക്കുട്ടിയും പശുവും കൂടിയിട്ട് ആ ഉയർന്ന സ്ഥലം പാടം താഴത്താണല്ലോ. അപ്പോൾ അതിൻ്റെ ആ ചെരുവിൽ ധാരാളം പുല്ലുണ്ട്, തിന്നുകൊണ്ടിരിക്കുക. ഈ വണ്ടിയുടെ ശബ്ദം കേട്ടപ്പോൾ കുട്ടിക്ക് അത്ര പരിചയമില്ലല്ലോ. അത് ഓടി അങ്ങോട്ട് ചെന്നിട്ട് ഇറങ്ങിയത് വെള്ളത്തിലാണ്. ഇതങ്ങോട്ട് കണ്ടപ്പോൾ പശു അവിടുന്ന് ഓടി വന്ന് പശുക്കുട്ടിയുടെ അടുക്കിലേക്ക് ഇറങ്ങി വരിക. ഇത് ഞാൻ കണ്ടത് ദശാബ്ദങ്ങൾ മുൻപാണ്. ഇപ്പോഴും എൻ്റെ മനസ്സിലതുണ്ട്. ഞാൻ അന്ന് മുതൽക്ക് ആലോചിക്കാൻ തുടങ്ങി, നമ്മൾ എന്താ വാസ്തവത്തിൽ വേണ്ടത്? നമ്മളുടെ ചങ്ങാതിമാരോ കുടുംബാംഗങ്ങളോ ഒക്കെ ഉണ്ട്. അവരേതെങ്കിലും ഒരു അപകടത്തിൽ ചെന്ന് പെട്ടാൽ ആ അപകടത്തിൽ അവരെ രക്ഷിക്കാൻ നോക്കുക എന്നുള്ളതാണല്ലോ പ്രമാണം. അതെന്താ വേണ്ടത്? രക്ഷിക്കാൻ നോക്കണം. ആ രക്ഷിക്കാൻ പുറപ്പെടുന്ന പുറപ്പാടിൽ അവർക്ക് രക്ഷയില്ല, നമ്മളും അരക്ഷിതരായി മരിച്ചു പോകണമെന്ന് വരുമ്പോൾ എന്താണ് ഇതിന് പ്രമാണം? നമ്മുടെ ശാസ്ത്രത്തിലൊരു വാക്യമുണ്ട്, ആത്മാനം സതതം രക്ഷാന്ന്. അവനവനെ എപ്പോഴും രക്ഷിച്ചോളൂ. നമ്മൾക്ക് എന്തെങ്കിലും ഒരു ധർമ്മകൃത്യം ചെയ്യണമെങ്കിൽ ആദ്യം വേണ്ടത് ശരീരം. അപ്പം ആ ശരീരം നശിച്ചു പോകും എന്നുള്ളൊരു നില വന്നാൽ ഒരിക്കലും നാം അത് അംഗീകരിക്കരുത്. അവനവനെ രക്ഷിച്ചേ ഉള്ളൂ. അതാണ് മലയാളത്തിലൊരു പ്രോവർബുണ്ട്, എന്താ? തന്നെ പോക്കിയിട്ടേ ധർമ്മമുള്ളൂ എന്ന്. എന്ത് ധർമ്മം ചെയ്യണമെങ്കിൽ അവനവൻ വേണം. അപ്പം അവനവനെ രക്ഷിക്കണം എന്നൊരു പ്രമാണമുണ്ട്. ആത്മാനം സതതം രക്ഷ. ഇതൊരു വലിയ കാര്യമാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കുണ്ട്, എന്താ? കൃപണഃ. പുഷ്ണൻ കുടുംബം കൃപണഃ സാനുബന്ധോ അവസീദതി എന്ന്. ഈ ഒരു കഥ ഭാഗവതം എങ്ങനെയാണ് നമ്മൾക്ക് പറഞ്ഞു തരണത് എന്ന് നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഒന്ന് ആലോചിക്കണ്ടേ? ആലോചിക്കുന്നുണ്ടാവും. ഇല്ലെങ്കിൽ ഇപ്പോൾ ആലോചിച്ചോളൂ. ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഭാഗവതത്തിൽ. എന്താ പറഞ്ഞിരിക്കുന്നത്? ധർമ്മപ്രോജ്ജിത കൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം
വേദ്യം വാസ്തവമത്ര വസ്തുശിവദം താപത്രയോന്മൂലനം ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദി അവരുദ്ധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. ഈ ശാസ്ത്രത്തിൽ തൊലി ഉരിച്ചാണ് ധർമ്മം പറഞ്ഞിരിക്കുന്നത്. ഇതാണ് തൊലി ഉരിച്ചിട്ടുള്ള വർത്തമാനം. ഗൃഹസ്ഥന്മാരാണിത് കേൾക്കുന്നത്. അവരുടെ ജീവിതത്തിൽ ഇത് പ്രായോഗികമാണ്, സാധുവാണെന്നുണ്ടെങ്കിലേ ഈ കഥ പറയേണ്ട ആവശ്യമുള്ളൂ. ആരാ പറഞ്ഞത്? അവധൂതൻ. ആരോടാ? യദു ചക്രവർത്തിയോട്. അത് ആവർത്തിക്കുന്നത് ആരാ? കൃഷ്ണൻ. ആരോട്? പരമഭക്തനായിരിക്കുന്ന ഉദ്ധവനോട്. അതിപ്പോൾ നിങ്ങളോട് പറയണത് ആരാ? ഒരു ഭൂമാനന്ദ സ്വാമിജി. അത് കേൾക്കുന്നവരോ ഉദ്ധവനെ പോലെയുള്ളവർ. എന്താണ് ഇതിൻ്റെ പ്രസക്തി? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതാണ് തൊലി ഉരിച്ച് ധർമ്മം പറയുകയെന്ന്. ജീവിതത്തിൽ നടക്കാൻ പോകുന്ന സംഭവ വികാസങ്ങളെ ചുക്കാനിട്ട് പിടിക്കാൻ ആർക്കും പറ്റില്ല. ഏത് സമയത്തും എന്തും സംഭവിച്ചു എന്ന് വരാം. ആ സംഭവിക്കുന്നതിൽ വളരെ അപൂർവമായിരിക്കുന്ന ഒരു രംഗമാണ് ഇവിടെ ചിത്രീകരിക്കുന്നത്. ആ ചിത്രീകരണത്തിൽ 4 അംഗങ്ങളുള്ള ഒരു കുടുംബത്തിൽ 4 പേരും ഒരാളും രക്ഷപ്പെടാതെ ബാക്കി വരാതെ പോയി. ഈ മരിക്കുന്നവരുടെ വിചാരം എന്തായിരിക്കും വാസ്തവത്തിൽ? അയ്യോ, ഞാൻ മരിക്കുകയാണെങ്കിൽ ഒരു നല്ല ഭാര്യയാണെന്ന് വിചാരിച്ചോളൂ. നല്ല ഭാര്യ, നല്ല സ്നേഹമുള്ള ആൾ. ആ ഭാര്യയ്ക്ക് മരിക്കേണ്ടി വന്നു. അതെ, നീ മരിക്കുന്നുണ്ടല്ലോ, ഞാനും കൂടെ മരിക്കുകയാണെന്ന് ഭർത്താവ് പറയുമ്പോൾ ഒരു ഉത്തമ ഭാര്യ എന്താ പറയുക? അയ്യോ, നിങ്ങൾ മരിക്കരുത്, നമ്മളൊരു ദമ്പതികളാണ്, ഞാൻ പോകുമ്പോൾ എൻ്റെ തന്നെ മറുഭാഗമായിരിക്കുന്ന അങ്ങെങ്കിലും കഴിഞ്ഞുകൂടും, ഞാൻ പോകുന്നതിനെ പറ്റി പരിഭ്രമിക്കേണ്ട, ഞാൻ പോട്ടെ എന്നാണ് പറയേണ്ടതെന്ന എൻ്റെ വിചാരം. നിങ്ങളൊക്കെ ഇങ്ങനത്തെ ഭാര്യമാരും ഭർത്താക്കന്മാരും ആണെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തെങ്കിലും ഒന്ന് ബാക്കി വരട്ടെ. അതുമാതിരി രാമൻ സീതയെ ഉപേക്ഷിച്ചതിനെ പറ്റി ഞാൻ എപ്പോഴും പറയാറുണ്ട്. സീതയായിട്ട് സംസാരിച്ചു ഈ വർത്തമാനം എന്നുണ്ടെങ്കിൽ സീത, അയ്യോ രാമ, ആര്യപുത്ര, അങ്ങ് സിംഹാസനം ഉപേക്ഷിച്ച് എന്നെയും കൂട്ടിക്കൊണ്ട് കാട്ടിലേക്ക് പോകണം എന്നാണോ സീത പറയുക? അല്ല. ഉപേക്ഷിക്കേണ്ടി വന്നാൽ ഉപേക്ഷിച്ച് കളയും, ഞാൻ പോയി കളയാം. സിംഹാസനത്തിൻ്റെ ആ പദവി, ആ രാജർഷി വംശം, അത് നല്ല പോലെ കാത്തു രക്ഷിക്കണം. എന്നെ ഉപേക്ഷിക്കണമെങ്കിൽ ഉപേക്ഷിച്ചോളൂ. ഞാൻ അങ്ങേക്ക് വ്യക്തിഗതമായിട്ടുള്ള ഒരു ബന്ധമാണ് എന്നോട്. ഞാനൊരു പേഴ്സണൽ ഭാര്യ. സിംഹാസനം അങ്ങനെയല്ല, ലോകത്തിന് മുഴുവനും ഉള്ളതാണ്, രാജ്യത്തിന് മുഴുവനും ഉള്ളതാണ്. അതുകൊണ്ട് അങ്ങയുടെ രാജപദവിക്ക് കളങ്കം വരാവുന്ന തരത്തിൽ ഒരു ഭാര്യയെ നിലനിർത്തേണ്ട ആവശ്യമില്ല. എന്നെ ഉപേക്ഷിക്കുന്നത് നമ്മൾ തമ്മിലുള്ള ഒരു നിശ്ചയം മാത്രമേ ഉള്ളൂ. പക്ഷേ രാമൻ ഇത് മുൻകൂട്ടി ചർച്ച ചെയ്തില്ല എന്നുള്ളതാണ് എനിക്ക് എന്തെങ്കിലും ഒരു കുറ്റം പറയാനുണ്ടെങ്കിലോ പോരായ്മ പറയാനുണ്ടെങ്കിൽ പറയാനുള്ളത്. ഇങ്ങനെ അവർ തമ്മിൽ സമ്മതിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സീത സിംഹാസനം വിട്ട് നമ്മൾ 2 പേരും കൂടി ഞെളിഞ്ഞ് നടക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടാവുമെന്ന്? ഭാരതത്തിലുള്ള ഒരു ഉത്തമ സ്ത്രീയും അങ്ങനെ പറയില്ല. ഇല്ല എന്നുള്ളത് തീർച്ചയാണ്. നമ്മളാരും ഈ ക്ഷിപ്രമായിരിക്കുന്ന ലാഭത്തെ കണ്ട് ജീവിക്കുന്നവരല്ല. അത് ഭാര്യയാവട്ടെ, ഭർത്താവട്ടെ, കുട്ടികളാകട്ടെ, പണമാകട്ടെ, പ്രതാപമാകട്ടെ, ഇതൊന്നുമല്ല നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യം. സ്വർണ്ണത്ലാസിൽ ഈ ലോകവസ്തുക്കളും ലോകനേട്ടങ്ങളെയും വയ്ക്കൂ, ഈശ്വരഭക്തിയെയും അധ്യാത്മ നേട്ടത്തിനെയും വയ്ക്കൂ. നമ്മുടെ ഇവിടെ അധ്യാത്മ നേട്ടത്തിനാണ് തൂക്കം കൂടുതൽ. ഇതാണ് ഭാരതത്തിൻ്റെ വിശേഷം. ആ പശ്ചാത്തലത്തിൽ വേണം നിങ്ങൾ ഈ കഥയെ കാണാൻ. ഇനി നമുക്ക് ഉപനിഷത്തൊന്ന് തുറന്നു നോക്കുക, എന്താണ് ഈ കൃപണ ശബ്ദം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതെന്ന്. ഇതിൻ്റെ മുഴുവൻ സമ്മറി കിടക്കുന്നത് പുഷ്ണൻ കുടുംബം കൃപണഃ എന്നാണ്. എന്താണ് കൃപണത്വം? കാർപ്പണ്യം. അർജുനൻ യുദ്ധക്കളത്തിൽ ചെന്നു, വല്ലാതെ ദയ പിടിപെട്ടു. എന്നിട്ട് ഇവരെയൊക്കെ കൊല്ലുന്നത് പാപാണ്, ഞാൻ കൊല്ലില്ല എന്ന് പറഞ്ഞ് ശഠിച്ച് അമ്പും വില്ലൊക്കെ താഴത്ത് വെച്ച് അങ്ങോട്ട് ഇരുന്നു. ഉടനെ കൃഷ്ണൻ പറയുകയാണ്, ക്ലൈബ്യം മാസ്മഗമഃ പാർത്ഥ. അർജുനൻ്റെ മനസ്സിൽ പിടികൂടിയിട്ടുള്ളത് ദയവല്ല, ഹൃദയ ദൗർബല്യമാണ്, നപുംസകത്വമാണ്. അതിനെ വലിച്ചൊരേറ് കൊണത്ത് എണീക്കൂ ധൈര്യത്തോടു കൂടി എന്നാണ് പറഞ്ഞത്. അപ്പോഴാണ് അർജുനൻ കണ്ണു തുറിച്ചത്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കൃഷ്ണൻ, എന്നെ കണ്ണിലുണ്ണിയായി സ്നേഹിക്കുന്ന കൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽ എനിക്ക് ഹൃദയ ദൗർബല്യമാണ്, ദയവല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ തന്നെ ഞാൻ ശരണം പ്രാപിച്ച് എനിക്ക് വേണ്ടത് പറഞ്ഞു തരൂ എന്ന് യാചിക്കാനാണ് പോണത് എന്ന് പറഞ്ഞ് അർജുനൻ പറയുന്നൊരു വാക്കുണ്ട്, കാർപ്പണ്യദോഷോപഹത സ്വഭാവഃ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാഃ യശ്രേയസ്യാത് നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം. ഞാൻ ഈ ഭഗവത്ഗീത സെഷൻ എടുക്കുമ്പോൾ എല്ലാ ദിവസവും ഈ ശ്ലോകം പറഞ്ഞ് ശ്രോതാക്കളെ കൊണ്ട് ചൊല്ലിപ്പിക്കും, ഓരോ വരി പറഞ്ഞു കൊടുത്ത്.
കാർപ്പണ്യദോഷോപഹത സ്വഭാവ. അർജുനൻ പറയാണ്, കൃഷ്ണൻ്റെ ആദ്യത്തെ അല്പാക്ഷരത്തിലുള്ള ഉപദേശം കേട്ട് കൃഷ്ണ 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 എനിക്ക് വല്ലാത്തൊരു വിഷമമാണ്. എൻ്റെ സ്വഭാവം മുഴുവനും കാർപ്പണ്യം എന്ന് പറയുന്ന ദോഷം വിഴുങ്ങി നിൽക്കുകയാണ്. കാർപ്പണ്യദോഷത്താൽ അപഹത സ്വഭാവ, എൻ്റെ സ്വഭാവം ദുഷിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാ, എനിക്ക് വേണ്ടത് എന്താ എന്ന് ചിന്തിക്കാൻ പറ്റാതെ ഒരു ധാർമ്മികമായ മൗഢ്യം എന്നെ പിടിപെട്ടിട്ടുണ്ട്. ആ മൗഢ്യത്തോടു കൂടി ഞാൻ കൃഷ്ണനോട് ചോദിക്കുന്നു, അങ്ങയോട് ചോദിക്കുന്നു, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? എനിക്ക് ആവശ്യം എന്താ? യശ്രേയസ്യാത് നിശ്ചിതം ബ്രൂഹി തന്മേ. എങ്ങനെ ആയാലാണോ ശ്രേയസ് കൈവരിക? പ്രേയസ് എന്ന് പറയുന്നത് താത്കാലികമായി സന്തോഷകരമായിട്ടുള്ളത്. ശ്രേയസ് എന്ന് പറഞ്ഞാലോ ശാശ്വതമായിരിക്കുന്ന നന്മ തനിക്കും ലോകത്തിനും തന്നെ. അപ്പം ആ ശാശ്വത നന്മയ്ക്കുള്ള വഴി പറഞ്ഞു തരൂ. യശ്രേയസ്യാൻ നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം. ഞാൻ അങ്ങയുടെ ശിഷ്യനാണ് കേട്ടോ. ഞാൻ അങ്ങയുടെ ശ്യാലൻ, അളിയനല്ല, ശിഷ്യനാണ്. ഒരു ശിഷ്യനെ ഗുരു എങ്ങനെ പഠിപ്പിക്കുമോ അതുപോലെ പറഞ്ഞു തരൂന്ന്. ശാധിമാം ത്വാം പ്രപന്നം, അങ്ങയെ ശരണം പ്രാപിച്ചു എന്ന് പറയുന്ന ഒരു രംഗം അവിടെ പറയുന്നതാണ്. കാർപ്പണ്യദോഷോപഹത സ്വഭാവ. അപ്പം നിങ്ങൾക്ക് ഈ കൃപണത്വം അല്ലെങ്കിൽ കാർപ്പണ്യത്തിൻ്റെ അർത്ഥം പ്രസക്തി മനസ്സിലായോ? കപോധത്തിനും കപോധിക്കും വന്നിട്ടുള്ളത് കാർപ്പണ്യമാണ് ഇവിടെ. താൻ തൻ്റെ കുടുംബം, തൻ്റെ കുടുംബാംഗങ്ങൾ, നിങ്ങളും നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ കുടുംബാംഗങ്ങളും എവിടെയാ? ഭൂമണ്ഡലത്തിൽ. അതിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ? അല്ല, ലക്ഷോപലക്ഷം കുടുംബങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കാതെ നിങ്ങളെ ഒറ്റതിരിച്ച് സമാജത്തിൽ നിന്ന് ഞാൻ വേറെയാണെന്ന് വിചാരിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ? നിങ്ങളുടെ തലയിൽ ഇത്രയൊക്കെ ആരാ വെച്ച് കെട്ടിയത്? എനിക്കുണ്ടായ കുടുംബം ഞാൻ പുലർത്തണം, ഞാൻ പുലർത്തണം. ഭാഗവതത്തിൻ്റെ ഭാഷ എന്താ? സ രക്ഷിത രക്ഷതി യോ ഹി ഗർഭേ. ഗർഭത്തിൽ ആര് രക്ഷിച്ചോ ആ ആളാണ് പുറത്തു വന്നാലും രക്ഷകൻ. അപ്പം നിങ്ങൾ അച്ഛൻ എന്നൊക്കെ പറഞ്ഞോളൂ, പൂർണ്ണമായിട്ടുള്ള അച്ഛനല്ല. അമ്മ എന്ന് പറഞ്ഞോളൂ, പൂർണ്ണമായിട്ടുള്ള അമ്മയല്ല. നമ്മൾക്കൊക്കെ പരിമിതമായ ശക്തിയും സംരക്ഷകത്വവും ഉള്ളൂ. അത് വിട്ട് ആരും മേക്കാണം കെട്ടി പുറപ്പെടണ്ട, സാധ്യമല്ല. ഇവിടെ ഇപ്പം എന്തുണ്ടായി? കാർപ്പണ്യമാണ് പിടിപെട്ടത്. ഈ കൃപണ ശബ്ദത്തിനും കാർപ്പണ്യത്തിനും എന്താ അർത്ഥം? യോ വൈ ഭൂമാ തത്സുഖം. ഛാന്തോഗ്യോപനിഷത്തിൽ പറഞ്ഞിട്ടുള്ളതാ. യോ വൈ ഭൂമാ തത്സുഖം നാൽപേ സുഖമസ്തി ഭൂമൈവ സുഖം ഭൂമാത്വേവ വിജിജ്ഞാസിതവ്യൈതി. യോ വൈ ഭൂമാ തത്സുഖം. എന്താണോ ഭൂമ, ഭൂമാവായിട്ടുള്ളത്. ഭൂമ എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? അല്പമല്ല, അല്പമല്ല. അല്പം എന്ന് വെച്ചാൽ പരിമിതം. ഈ ലോകത്തിൽ പഞ്ചഭൂതങ്ങൾ അടക്കം പരിമിതമല്ലേ? ആ പരിമിതമായിട്ടുള്ള ഒരു വിശേഷപ്പെട്ട അധിഷ്ഠാനമുണ്ട്. അതൊഴികെ വേറെ ഒന്നിലും നമുക്ക് സുഖം ഉണ്ടാവില്ല. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് സുഖം ഉണ്ടാവുമോ? ഇല്ല, ഇല്ല, ഇല്ല. എറുമ്പിന് ഇറക്കാലി വെള്ളം സമുദ്രം എന്ന് പറഞ്ഞ മാതിരിയാ. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ സുഖിക്കുമ്പോൾ എത്രയോ കുടുംബങ്ങൾ അപ്പുറത്തുണ്ട്. അവർക്ക് സുഖമില്ലാതെ ഇരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ മാത്രം ഒറ്റയ്ക്ക് പൂച്ച കണ്ണുമൂടി പാല് കുടിക്കുന്ന മാതിരി ഒരാളും കാണില്ല. ഞാൻ മാത്രമാണ് സുഖം, എനിക്ക് വേറെ ഒരാളും അറിയണില്ല എന്ന് പറഞ്ഞാൽ നടക്കുമോ? ഇത് മനുഷ്യബുദ്ധിക്ക് ചേർന്നതാണോ? എന്തിനാണ് ബുദ്ധി? വിശാലമായി ചിന്തിക്കൂ, ആലോചിക്കൂ. അപ്പം ഭൂമാവിൽ മാത്രമേ സുഖമുള്ളൂ. നാൽപ്പേ സുഖമസ്തി. അല്പത്തിൽ സുഖമില്ല. നമ്മുടെ കുട്ടികളിലോ ഭാര്യയിലോ ഭർത്താവിലോ അച്ഛനമ്മമാരിലോ കുറച്ച് സമ്പത്തുണ്ടായതിലോ പഠിച്ചതിലോ PhD റിസർച്ച് ചെയ്തതിലോ ഒന്നിലുമല്ല സുഖം. സുഖം വേണമെങ്കിൽ ഭൂമൈവ സുഖം ഭൂമാത്വേവ വിജിജ്ഞാസിതവ്യൈതി. ഭൂമം മാത്രമാണ് സുഖം. അതിനെക്കുറിച്ച് വിജിജ്ഞാസിതവ്യ, അതിനെക്കുറിച്ച് ജിജ്ഞാസയോടുകൂടി അന്വേഷിച്ച് കണ്ടെത്തൂ. ഭൂമാനം ഭഗവോ വിജിജ്ഞാസയിതി. അങ്ങനെയാണെങ്കിൽ ഭഗവാനെ, ഞാൻ ഭൂമ എന്നത് എന്താണെന്ന് അന്വേഷിക്കാം. എത്ര നാന്യത് പശ്യതി നാന്യത് ശൃണോതി നാന്യത് വിജാനാതി സ ഭൂമ അഥ എത്ര അന്യത് പശ്യതി അന്യത് ശൃണോതി തത് അല്പം. ഛാന്തോഗ്യോപനിഷത്തിലെ വരികളാണ്. എത്ര നാന്യത് പശ്യതി നാന്യത് ശൃണോതി നാന്യത് വിജാനാതി. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? എവിടെയാണോ രണ്ട് വേറെ ഒന്ന് എന്ന് നമുക്ക് തോന്നാതിരിക്കുന്നത്?
എൻ്റെ കുട്ടികളെ ചൊല്ലി ഞാൻ ഈശ്വരൻ സർവ്വവ്യാപിയല്ല എന്നങ്ങോട്ട് പറയേ. എൻ്റെ കുട്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്? വിഭജിച്ചു. എൻ്റെ കുട്ടി, ബാക്കിയുള്ളതൊക്കെയോ വല്ലവരുടെ കുട്ടികൾ. ഈ വിഭജനം മനുഷ്യ മനസ്സിന് ചേർന്നതല്ല, യോജിച്ചതുമല്ല. അത് ദുഃഖമാനയിക്കുന്നതാണ്, ദുഃഖജനകമാണ്. ഇവിടെ എല്ലാം കൂടി ഒന്നേ ഉള്ളൂ, പരബ്രഹ്മം, പരമാത്മാ, ജഗത് ഈശ്വരൻ. അത് ഇന്ദ്രിയങ്ങൾക്ക് അതീതവുമാണ്. ആ സാധനത്തിന് നാശമില്ല. അത് ഏതോ തരത്തിൽ ഘനീഭവിച്ചതുപോലെ ഉണ്ടാവുന്നതാണ് പഞ്ചഭൂതങ്ങളും അതിൽ പെട്ടിട്ടുള്ള ഒരാൾ. ഈ ഭൂമിയെ മുഴുവൻ കണക്കിലെടുക്കൂ, വിശ്വം മുഴുവൻ കണക്കിലെടുക്കൂ. എന്നിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള 4 അംഗങ്ങളും നിങ്ങളും കൂടിയ എത്രയായി ഇത്? സമുദ്രത്തിലുള്ള ഒരു ചെറിയ കുമിള പോലും ആയിട്ടില്ലല്ലോ. അതിനെയാണോ എറുമ്പിന് ഇറക്കാരി വെള്ളം സമുദ്രം എന്ന് പറഞ്ഞ മാതിരി പെരുപ്പിച്ച് എൻ്റെ കുട്ടി, എൻ്റെ കുട്ടി, എന്താണ് എൻ്റെ കുട്ടി? നമ്മുടെ ഭാരതം, നമ്മുടെ ബൗണ്ടറി, നമ്മുടെ അതിർത്തി സുരക്ഷിതമായി നിർത്താൻ പ്രതിദിനം എന്ന പോലെ എത്ര ജവാന്മാരാണ് മരിക്കുന്നത്. അവരെക്കുറിച്ച് ഒരു കണ്ണീരിൻ്റെ ഒരു പൊട്ടുപോലും, ഒരു തുള്ളി പോലും നിങ്ങളുടെ കണ്ണിന്ന് വീഴുന്നുണ്ടോ? നമ്മളിവിടെ വയറ് നിറച്ച് തിന്നണു, എന്നിട്ട് ക്ലബിലേക്കും പോണു. രാജ്യം സുരക്ഷിതമായി ഇരിക്കണമെങ്കിൽ ജവാന്മാരാണ് അവിടെ മരിക്കുന്നത്. ആരെങ്കിലും ഇതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ടോ? എന്നാൽ അവരുടെ മരണമല്ലേ? നമ്മുടെ വീട്ടിലുള്ള കുട്ടികൾ മരിച്ചാലേ മരണമാവുള്ളൂ. എവിടെയാണ് അത് എഴുതിയിരിക്കുന്നത്? മനുഷ്യരെ, ബുദ്ധിയുള്ളവരെ നിങ്ങൾ ആലോചിക്കൂ. പ്രേക്ഷകന്മാരെ, പണയം വയ്ക്കരുത് ബുദ്ധിയെ. ആ കാർപ്പണ്യം എന്ന് പറയുന്നത് മനസ്സിന്ന് എടുത്തങ്ങോട്ട് കളയൂ. കുടുംബത്തിൽ നമുക്ക് സുഖമില്ല, ഭൗതിക ജീവിതത്തിൽ നമുക്ക് സുഖമില്ല, നമ്മൾക്ക് ഉദ്യോഗം കിട്ടിയാൽ അതിൽ സുഖമില്ല. ഇതൊക്കെ അല്പങ്ങളാണ്. മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് ഈ അല്പത്വം എന്നാണോ മാഞ്ഞ് തേഞ്ഞ് ഉന്മൂലനം ചെയ്യപ്പെടുന്നത്, അപ്പോഴാണ് നമുക്ക് സുഖം. ട്രാൻസെൻഡ് യുവർ മൈൻഡ്, ട്രാൻസെൻഡ് ദ ദ്വന്ദ്വാസ്, ട്രാൻസെൻഡ് ദ സെൻസ് ഓഫ് ഡ്വെലിറ്റി, ട്രാൻസെൻഡ് ദ ഫീലിംഗ് ഗോഡ് പ്ലസ് ദർ ഇസ് നോ പ്ലസ്. ഗോഡ് മാത്രമേ ഉള്ളൂ. എത്ര നാന്യത് പശ്യതി, നാന്യത് ശൃണോതി, നാന്യത് വിജാനാതി. വേറെ ഒന്ന് എന്നൊരു തോന്നൽ ഇല്ലാതെ രണ്ടാമതൊന്നിനെ എവിടെയാണോ കാണാതെ ഇരിക്കുന്നത്, കേൾക്കാതെ ഇരിക്കുന്നത്, അറിയാതെ ഇരിക്കുന്നത്, 2 ഇല്ല, ഒന്നേ ഉള്ളൂ. സഭൂമ, അതാണ് ഭൂമ. എപ്പോഴാണോ നിങ്ങളുടെ മനസ്സിൽ ഈ ദ്വൈതവും ദ്വന്ദ്വങ്ങളുമെല്ലാം പോയി ആ ഏകമായിരിക്കുന്ന ഒരു ഭാവം അങ്കുരിക്കുന്നത്, അതിൽ മാത്രമേ നിങ്ങൾക്ക് ഭൂമാത്വം ഉള്ളൂ. അതാണ് സുഖം. സഭൂമ എത്ര അന്യത് പശ്യതി അന്യശൃണോതി തദൽപ്പം. ഈശ്വരനല്ലാതെ, ബ്രഹ്മമല്ലാതെ, പരമാത്മാവല്ലാതെ വേറെ ഒന്നും കൂടിയുണ്ട്. സ്വാമിജി, അറിവുള്ളവന് പരമാത്മാവേ ഉള്ളൂ, അറിവില്ലാത്തവർക്ക് വേറെ ഇല്ലേ എന്നൊക്കെ നിങ്ങൾ ചോദിക്കുന്നുണ്ടോ? അങ്ങനെയുണ്ടോ ഒരു കാര്യം? അങ്ങനെയുണ്ടോ ഒരു കാര്യം? ഒരു സത്യം സത്യമായിട്ടല്ലേ ഇരിക്കുള്ളൂ. അത് അറിവുള്ളവർക്ക് സത്യം, അറിവില്ലാത്തവർക്കോ അത് വേറെ ഒന്ന്. അങ്ങനെയുണ്ടോ? അത് നിറമില്ലെങ്കിൽ ഇല്ല. കണ്ണുള്ളവന് നിറമില്ല. ആർക്കായാലും അത് കണ്ണുണ്ടോ? നിറമില്ലാത്തതാ, കളർലെസ്സാ. ആ കളർലെസ് പിന്നെ കളർഫുള്ളാവുമോ? ആവില്ലല്ലോ. ഉപ്പ് പഞ്ചസാരയാവോ? ഉപ്പ് രസം തന്നെയാണ്. അപ്പം സഭൂമ അഥ എത്ര അന്യത് പശ്യതി അന്യശൃണോതി തദൽപ്പം യോ വൈ ഭൂമ തദമൃതം അഥ യദൽപ്പം തന്മർത്യം. ഏതാണോ ഭൂമ, ആ ഭൂമ തദമൃതം, അതാണ് മരണമില്ലാത്തത്, അമർത്യം, അമരമായിട്ടുള്ളത്. അഥ യദൽപ്പം തന്മർത്യം, അല്പമായിട്ടുള്ളത് എന്തോ അത് മർത്യം. എൻ്റെ കുട്ടി എത്ര എണ്ണുണ്ട്? 2 കുട്ടികളാണ് അവിടെ ഉണ്ടായിരുന്നത്. ഭാര്യയോ ഒരെണ്ണം. എല്ലാം കൂടി എത്രയാ കൂട്ടിച്ചേർത്താൽ? പ്രപഞ്ചത്തിലുള്ള വ്യക്തികൾ എത്രയാ? അവരോട് തട്ടിച്ചു നോക്കിയാൽ ഇത് അല്പമോ അതോ ഭൂമാവോ? വളരെ അല്പം. യോ വൈ ഭൂമാ തദമൃതം അഥ യദൽപ്പം തന്മർത്യം. അപ്പൊ ഭൂമാ ശബ്ദത്തിന് എന്താ അർത്ഥം? സുഖം, അമൃതം എന്നർത്ഥം. അല്പമായിട്ടുള്ളതോ മർത്യമാണ്. സ ഭഗവഃ കസ്മിൻ പ്രതിഷ്ഠിത ഇതി. ഇങ്ങനെയുള്ള ഒരു ഭൂമ എവിടെയാണ് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ളത്? ഇതൊക്കെ ഞാൻ പറയണോ ആവോ, നിങ്ങൾക്ക് കേൾക്കണോ ആവോ? എവിടെയാണ് ഇങ്ങനെ ഒന്നായിട്ടുള്ള ഒരു സാധനം? എവിടെയാണ് അതിൻ്റെ അധിഷ്ഠാനം? അത് എവിടെ നിലനിൽക്കുന്നു? ഇപ്പം നമ്മളൊക്കെ ഭൂമിയിൽ, ഭൂമിയോ ആകാശത്തിൽ, ആകാശമോ മറുപടിയില്ല. നാം നിൽക്കുന്നത് ഭൂമിയിലാണ്, ഭൂമി നിൽക്കുന്നത് അന്തരീക്ഷത്തിലാണ്, അന്തരീക്ഷം ആകാശത്തിലാണ്. അപ്പം ആകാശവും ഏതെങ്കിലും ഒന്നിൽ നിൽക്കണം. അതെന്താ? പിന്നെ ആരാ പറയുക? മനുഷ്യൻ്റെ ബുദ്ധി അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാവണമല്ലോ.
നേരിട്ട് കാണാൻ പറ്റാത്തതിനെക്കുറിച്ച് ഊഹാപോഹം കൊണ്ട് മനസ്സിലാക്കുന്നതാണ് ബുദ്ധി. അപ്പോൾ ബുദ്ധി കൊണ്ട് ആലോചിച്ച് പറയൂ, സ്വേ മഹിംനി, അത് അതിൻ്റെ തന്നെ മഹിമാവിൽ, അതിൻ്റെ തന്നെ മഹിമയിലാണ് അത് പ്രതിഷ്ഠിതം. ഭൂമ എന്ന് പറഞ്ഞ് അങ്ങനെ ഒന്ന് ഉള്ളപ്പോഴാണ് ഈ ദൃശ്യപ്രപഞ്ചം ഉത്പത്തിയാകുന്നത്. ദൃശ്യം എന്ന് പറയുന്നത് ഒരു സമയത്ത് ഉത്പത്തിയായി. ആ ഉത്പത്തി ആയതിനു ശേഷമാണ് അതിന് വ്യവസ്ഥാപിതമായിരിക്കുന്ന പരിണാമങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രപഞ്ചം ഉത്പത്തി ആവുന്നതിന് മുൻപ് സ്ഥലമില്ല, വിഷയങ്ങളില്ല, സമയമില്ല. അങ്ങനെ സമയാതീതം, സ്ഥലാതീതം, വസ്തു അതീതം, അങ്ങനെ ഒരു സാധനമുണ്ട്. അതിനെക്കുറിച്ച് ഉണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാം എന്നല്ലാതെ അതിനെ വിവരിക്കാനുള്ള കണ്ണോ കയ്യോ വാക്കോ മനസ്സോ നമുക്കില്ല. യഥോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാസഹ. അവിടെ വാക്കിനും മനസ്സിനും പ്രയോഗിക്കാൻ പറ്റാത്തൊരു മണ്ഡലമാണത്. അപ്പം അതിൻ്റെ മഹിമാവിൽ, അതിൻ്റെ മഹിമയിൽ തന്നെയാണ് നിലനിൽക്കുന്നത് എന്നൊരർത്ഥം. സ്വേ മഹിമ്നി യതിവ ന മഹിമ്നി ഇതിവ. ഇനി പരമാർത്ഥം അറിയണമോ? ന മഹിമ്നി ഇതിവ. എന്തായി ന മഹിമ്നി ഇതിവ? അതെവിടെ നിലനിൽക്കുന്നു എന്നൊരു ചോദ്യമേ വരുന്നില്ല. നമ്മൾ അറിയാവുന്ന സാധനങ്ങളൊക്കെ ഒന്നൊന്നിൽ നിലനിൽക്കുന്നു. ഇവിടെയോ ആദ്യമായിട്ട് നിലനിൽക്കാനായിട്ട് എന്തിനും ഒരു സ്ഥലം വേണം. ആ സ്ഥലം വേണം എന്നുള്ളത് വരെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതെവിടെ നിലനിൽക്കുന്നു എന്നുള്ള ചോദ്യം അപ്രസക്തമാണ്. അപ്പം പരമാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ചോദ്യമേ വരുന്നില്ല. അത് സ്വയം പ്രതിഷ്ഠിതമാണ്, സ്വമഹിമയിൽ പ്രതിഷ്ഠിതമാണ്. അതാണ് ഭൂമ. അതിനെ മനസ്സിലാക്കാതെ ഇരിക്കുന്നിടത്തോളം കാലം നമ്മളൊക്കെ കൃപണന്മാരാണ്, കാർപ്പണ്യമാണ് നമ്മളെ പിടിപെടുന്നത്. അപ്പം മനസ്സിനെ അല്പത്വത്തിൽ നിന്ന് ഉയർത്തി ആ ഭൂമ എന്നുള്ള സങ്കല്പത്തിലേക്ക് അങ്ങട് ഘടിപ്പിക്കണം അതിനെ. അതുവരെ ഈ വിഷമം ഉണ്ടാവും. നമ്മളൊക്കെ ഏവം കുടുംബശാന്താത്മ ദ്വന്ദ്വാരാമഃ പദത്രിവത് പുഷ്ണൻ കുടുംബം കൃപണഃ സാനുബന്ധോ അവസീദതി. എല്ലാ ബന്ധങ്ങളോടും കൂടി നശിക്കുകയുള്ളൂ. വിവേകം, ഭക്തി, ഈശ്വരനിലെ ആശ്രയം, ഇത് മൂന്നുമില്ലെങ്കിൽ കുടുംബജീവിതമല്ല, ആശ്രമജീവിതമല്ല, ബ്രഹ്മചര്യമല്ല, വാനപ്രസ്ഥ ജീവിതമല്ല, ഒന്നും തന്നെ വേണ്ടതുപോലെ പുഷ്കലമോ പൂർണ്ണമോ ആകാൻ പോകുന്നില്ല. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താ?